നാരായണ 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 ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അഗമേ വിലസുക നാരായണ ജയ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ബാലരിവിദ്യുതി ബിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശിമോമി. അരുണകിരണജാലേ രഞ്ജിതാ സാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാ ഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാല നിത്യകല്യാണശീല. ജാലാകരാളമത്യുഗ്രം അശേഷാസുരസൂതനം ത്രിശൂലം പാതുനോ ഭീത് ഭദ്രകാളീ നമോസ്തുതേ. കാളി കാളി മഹാകാളീ ഭദ്രകാളീ നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമഃ ചണ്ഡികായൈ നമഃ. ഓം ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ നമോ. ഓം നമഃ ശിവായ ശിവായൈ നമഃ. ഓം നമഃ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. യം തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരാ സ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഉള്ളിൽ കടന്ന മമ സുപ്തവചസ്സിനും കൈകാൽ തോല് കൺചെവി തുടങ്ങിയവയ്ക്കുമെന്നും ആർ സ്വാഹയാലുയിർ കൊടുക്കുവത് ആ നമിക്കാം സർവശക്തിധരനാം ഭഗവാൻ ഭവാനീ. നിന്മായയാകിനരജോ ഗുണശക്തിയാൽ നീ ഏകൻ ചമച്ചു
മഹദാദി അതിൽ കടന്നു ജീവാദിസജ്ഞകളുമൊത്ത ജഗത്തിലെല്ലാം ഭാസിപ്പൂ ദാരുഗതമഗ്നി കണക്കെ നീതാൻ. നിന്നെ പണിഞ്ഞ് അറിവ് നേടുകയാലുണർന്നോൻ തന്മട്ട് വിശ്വമിതു കണ്ട ജഗത്പിതാവും മുക്തർക്കുമേക ശരണം തവ പാദം ആർത്തബന്ധോ കൃതജ്ഞനുവഞ്ഞു മറപ്പതാമോ. ആർജന്മ മൃത്യുഹരമാം സുരതാരുവാമീ നിന്നെ ഭജിക്കുവത് ഭോഗസുഖാദികൾക്കായി നിന്മായയാലഹ വഞ്ചിതര ജനങ്ങൾ സിദ്ധിക്കുമിന്ദ്രിയ സുഖാദികൾ എങ്ങുമാർക്കും. നിൻകാൽ സ്മരിക്കിലഥ നിൻ കഥ കേൾക്കിലും ബ്രഹ്മാനന്ദവും ഭൂമി മനുഷ്യന് തുച്ഛമല്ലോ. കാലാസിയാൽ പ്രതിദിനം മുറിയും വിമാനമേറി പതിക്കും അവർതൻ സുഖമെന്ത് പിന്നെ. നിൻ ഭക്തി സന്തതം ഉറന്നിടുമച്ച ഹൃത്തുള്ളോരോട് സംഗമമെനിക്ക് അരുളേണമേ നീ. ഏവം ഭവദ്ഗുണകഥാമൃത മത്തനായി ഞാൻ ദുഃഖാത്മകം ഭവമഹാബ്ധി കടന്നുകൊള്ളുവൻ. നിൻ പാദപത്മമധുലബ്ധ ഹൃദന്തമാളുന്നോരോട് സംഗമിഴോർ പ്രിയമാം സ്വദേഹം ഗേഹം ധനം സുതകളത്രമിതിങ്കലും കൂറാർന്നിടാ നിലവിടിഞ്ഞ് സരോജനാഭ. മർത്യാമരാസുരമൃഗദ്വിജ സർപ്പവൃക്ഷഭൂതാദിയായി സദസദാത്മകമായി സ്ഥവിഷ്ടം നിൻ രൂപമിങ്ങറിവു ഞാനതിമീതയോ ഒന്നും ഓർപ്പീല. ഞാനവിടെ എത്തുകയില്ല വാക്കും. വിശ്വം സ്വകുക്ഷീർ വഹിച്ചഹി ശയ്യമേൽ കൽപ്പാന്തത്തിൽ വാഴ്വൊരു പരമ്പൊരുളേ നമസ്തേ. നിന്നാഭി സിന്ധുവിൽ മുളച്ചൊരു ലോക ഹേമതാരാൽ ഹേമത്താരിൽ പിറഞ്ഞിത ജന്മ അജനും ഭഗവൻ നമസ്തേ. നീ നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ സത്വൻ കോടസ്ഥനാദിപുരുഷൻ ഭഗവാൻ തൃക്ഷതീ തൃതീശൻ ബുദ്ധിക്കു സാക്ഷിനികിലൻ അജ്ഞതയാൽ മഖാദി മഹാധിഷ്ഠാതാവുമേവമിക വിലക്ഷണൻ നീ. എന്നാവിരുദ്ധതകളെന്നു മുതിപ്പതാരെ വിദ്യാദിയാം വിവിധ ശക്തിയുമാശ്രയിപ്പൂ. ആ വിശ്വകാരണമനന്യമനാദ്യനന്ദം ആനന്ദചിത്കനരസം ശരണം സദാമി. മുക്തിസ്വരൂപാ ഭഗവൻ തവ പാദഭക്തി സർവോത്തരം സുഖം അണച്ചിടുമെങ്കിലും നീ കാക്കുന്നിതാർത്ഥ ഇവനെ സദയം കടിഞ്ഞൂൽ വെറ്റുള്ള പൈ നിജകിടാവിനെ എന്ന പോലെ. അതിസുന്ദരമായിട്ടുള്ള 12 ആ ശ്ലോകങ്ങളിലൂടെയാണ് ധ്രുവകുമാരൻ ഭഗവാനെ സ്തുതിക്കുന്നത്. നമ്മൾ സത്യത്തിൽ ഈ സ്തുതിയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിൻ്റെ അതിരേകം, കുറെ നാളുകളായിട്ട് കടുത്ത തപസ്സിൽ ഏർപ്പെട്ടിരുന്ന ഈ കുട്ടി ആ മന്ത്രദീക്ഷയുടെ പരിണതഫലമായിട്ട് ആ തപസ്സിൻ്റെതായിട്ടുള്ള സാഫല്യമായിട്ട് ഭഗവത് ദർശനം സാധിച്ച ഈ കഥാകോളത്തിൽ നമുക്കുള്ള നിർദ്ദേശവും നമുക്കുള്ള ഉപദേശവും സത്യത്തിൽ ഭാഗവത മന്ത്രം എന്ന് നമ്മൾ ഘോഷിക്കുന്ന ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ചേ മതിയാകൂ, അതിൻ്റെ ദീക്ഷയിലൂടെ തപിച്ചേ മതിയാകൂ. അങ്ങനെ തപസ്വാധ്യായ നിരതന്മാരായി എന്ന് എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്ന രീതിയിൽ തപസ്വാധ്യായ നിരതന്മാർ, തപസ്സും വേണം സ്വാധ്യായവും വേണം. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും ഇതിൽ വ്യാപൃതരാകണം എന്നൊരു നിർദ്ദേശം ഈ കഥാകോളം നമുക്ക് കിട്ടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അർത്ഥപ്രകരണമാണെങ്കിൽ കൂടി അർത്ഥം കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്കത് വേണം ഇത് വേണം എന്നുള്ള താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് പണവും ധനവും ധാന്യവുമെല്ലാം തന്നെ അത്തരത്തിലുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രകരണമായിട്ട്, ഒരു കഥാകോളമായിട്ടാണ് ഇതിനെ പറയുന്നതെങ്കിലും ജീവിതം സാർത്ഥകമാകുന്ന അർത്ഥവത്താകുന്ന രീതിയിലേക്ക് ഈ കഥാകോളം നമ്മളെ നയിക്കുന്നുണ്ട്. ജീവിതം സാർത്ഥകമാകുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, പരമപുരുഷാർത്ഥം മോക്ഷമാണെങ്കിലും
അർത്ഥകാമങ്ങളും പുരുഷാർത്ഥങ്ങൾ തന്നെയാണ്. അർത്ഥിക്കേണ്ടത്, കിട്ടേണ്ടതും, ചോദിക്കേണ്ടതും, വാങ്ങേണ്ടതും. അതുപോലെ ധർമ്മം എന്ന് പറയുന്നതും അനുഷ്ഠിക്കേണ്ടതാണ്. അതും വാസ്തവത്തിൽ പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ പടിയും. ഒരു പുരുഷൻ, ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യദേഹം കൊണ്ട് നാം നേടാനായിട്ട് ആഗ്രഹിക്കുന്ന സംഗതികളാണ് ധർമ്മവും, അർത്ഥവും, കാമവും, മോക്ഷവും. മോക്ഷം എന്ന് പറയുന്ന പരമപദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഇതര ആ അർത്ഥങ്ങൾ, അർത്ഥതലങ്ങൾ, ഇതെല്ലാം തന്നെ ആചരിച്ചു പോകുന്ന കൂട്ടത്തിലാണ് ധർമ്മത്തെപ്പറ്റി ദക്ഷയാഗത്തിലൂടെ പറഞ്ഞ ഭാഗവത ഋഷി രണ്ടാമത് ധർമ്മപ്രകരം കഴിഞ്ഞിട്ട് അർത്ഥപ്രകരണമായിട്ട് ധ്രുവന്റെ കഥയെടുത്തു എന്ന് മാത്രം. നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാനുള്ളൊരു കൊതിയാണ് ഇയാളെ പ്രേരിപ്പിച്ചത്. രണ്ടാനമ്മയുടെ പ്രേരണ, അല്ലെങ്കിൽ രണ്ടാനമ്മ പറഞ്ഞത് ഒരു ശകാരം പോലെയാണെങ്കിൽ കൂടി അമ്മയുടെ ഒരു പ്രേരണയും പ്രചോദനവും ഇക്കാര്യത്തിലുണ്ട്. തപസ്യേനം എന്നുള്ളൊരു നിർദ്ദേശവുമുണ്ട്. കുമാരനായിരിക്കുന്ന ഈ കുട്ടിയിൽ തപസ്സിന്റെ വാഞ്ച, അല്ലെങ്കിൽ തപസ്സനുഷ്ഠിക്കണമെന്നുള്ള താല്പര്യം ജനിപ്പിച്ചു കൊടുത്തത് സുരുചി എന്ന് പറയുന്ന രണ്ടാനമ്മയാണ്. പെറ്റമ്മയും അത് അംഗീകരിക്കുകയും കൂടി ചെയ്തപ്പോൾ എല്ലാ തരത്തിലും ബലം ഏറി എന്ന് മാത്രമല്ല, അതും പേറിക്കൊണ്ട് അദ്ദേഹം മധുവനത്തിലേക്ക് പോകാൻ മുതിരുമ്പോഴാണ് നാരദ മഹർഷി വന്ന് ദ്വാദശാക്ഷരി ഉപദേശിക്കുകയും ഇത്തരത്തിൽ ആ തപസ്സിന് കൂടുതൽ കൂടുതൽ ബലം കിട്ടുകയും ചെയ്തു. ആ തപസ്സെല്ലാം തന്നെ നല്ലപോലെ മനസ്സിൽ വെച്ചുകൊണ്ട് നാം മുന്നേറുമ്പോൾ ഒരേ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഷഡാധാരങ്ങളെ മുറിച്ചുകൊണ്ട് മധുവനം എന്ന് പറയുന്ന മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ പഞ്ചകോശങ്ങളെ മുറിച്ചുകൊണ്ട് ദഹരാകാശത്തിലേക്ക് പ്രവേശിക്കുന്ന, അവിടെ സുന്ദരമായിരിക്കുന്ന പത്മത്തിന്റെ നടുവിൽ കുടികൊള്ളുന്ന മണ്ഡലത്രയങ്ങൾക്കുപരി ഏതൊരു ഈശ്വരസ്വരൂപമാണോ നമ്മൾ ദർശിക്കേണ്ടത്, അതിൻ്റെ ദർശനം സൗഭാഗ്യം കൊണ്ട്, സുഹൃതം കൊണ്ട് ഈ കൊച്ചുകുട്ടി നേടിയെന്ന് നമ്മളും നേടണം എന്ന്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അതിശക്തമായിരിക്കുന്ന തപസ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഇട്ടു തന്നിരിക്കുന്ന നട്ടെല്ലിനെ ഉപയോഗിക്കുക തന്നെയാണ്. അത് വാസ്തവത്തിൽ അവിടെയും ഇവിടെയും പല രീതിയിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന കഥാഗോളങ്ങളിലൂടെ നാം സാധിക്കേണ്ട സംഗതിയാണ്. ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനത്തിന് ഉതകുന്ന രീതിയിലാകണമെന്നും ഭക്തിയിലൂടെ ജ്ഞാനം ഉണ്ടായേ മതിയാകൂ എന്നും ജ്ഞാനത്തിന്റെ പരമകാഷ്ഠയിലാണ് ഈ പറയുന്ന ദർശനം ഉണ്ടാകുന്നത് എന്നും മറ്റുമുള്ള കാര്യങ്ങളും ഇതിൽ കൂടി നമ്മൾ പഠിക്കുകയാണ്. കുറെ അധികം കാര്യങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ശരീരത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി മറന്നു പോകാതിരിക്കുക. പത്മജൻ എന്ന് പറയുന്ന താമരപ്പൂവിൽ ജനിച്ച സാക്ഷാൽ ബ്രഹ്മാവ് പോലും ഉറവിടം തേടിയിട്ട്, തൻ്റെ മൂലം തേടിയിട്ട് ആ പത്മനാളത്തിലൂടെ അകത്തെ ആ താഴത്തേക്ക് ഇങ്ങനെ കടന്നുപോയ കഥ നമ്മൾ ദ്വിതീയ സ്കന്ധത്തിലും മറ്റും വായിച്ചില്ലേ? അവിടെ എല്ലാം തന്നെ വാസ്തവത്തിൽ തൻ്റെ ആ മൂലം തേടിക്കൊണ്ടുള്ള പോക്ക്, താൻ ആരെ എന്നുള്ള ഒരു അറിവ് കിട്ടാനുള്ള പ്രയാണം തപസ്സിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത്. ഇവിടെയും വാസ്തവത്തിൽ ലക്ഷ്യം അതുമാത്രമേ ഉള്ളൂ. ഭാഗവത്തിന്റെ ലക്ഷ്യം അതുമാത്രമേ ഉള്ളൂ. അഹം ബ്രഹ്മ പരംധാമ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങളാണോ നമ്മൾ അവലംബിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള കഥാഗോളങ്ങളെ ഇതിലുള്ളൂ. അതുകൊണ്ടാണ് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ എന്ന് ഒടുവിൽ ഈ ശുഖബ്രഹ്മൻ തന്നെ പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഈ കഥകളെല്ലാം തന്നെ വിശ്വസിക്കണമെന്നൊന്നുമില്ല. കെട്ടുകഥകളാകട്ടെ, കള്ളക്കഥകളാകട്ടെ, അല്ലെങ്കിൽ ചമച്ചുണ്ടാക്കിയിട്ടുള്ള കഥകളാകട്ടെ, ഏതായാലും വിരോധമില്ല. പക്ഷേ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ അത്തരത്തിലുള്ളൊരു ചിന്താഗതി വെച്ച് പുലർത്തിക്കൊണ്ട് ധ്രുവചരിതം നോക്കുമ്പോഴും ആ ധ്രുവചരിതത്തിലൂടെ കടന്നു വരുന്ന അടുത്ത ആ ഭഗവാന്റെ മറുപടി നാം അങ്ങോട്ട് കടക്കുകയാണ്. ഭഗവാൻ ഈ പറയുന്ന രീതിയിൽ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. തൻ്റെ ഭക്തനായിരിക്കുന്ന കുട്ടിയുടെ തപസ്സിൽ വളരെയേറെ തൃപ്തി അല്ലെങ്കിൽ സന്തോഷിച്ചിട്ട് പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ഓരോരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഇനി അടുത്ത ആ ഭാഗം. ഭഗവാൻ പറഞ്ഞ ആ പ്രദേശം, ആ സന്ദർഭമെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് വേദാഹം തേ വ്യവസിതം ഹൃദി രാജന്യബാലക തത്പ്രയച്ഛാമി ഭദ്രം തേ ദുരാപം അപി സുഹൃത. വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. പക്ഷേ എല്ലാ തരത്തിലും നിനക്ക് ഭദ്രം, പ്രയോഗം നോക്കൂ. ശുഭം എന്ന് പറയുന്നതിനേക്കാൾ ഭദ്രം എന്ന് പറയുന്ന വാക്ക്, ഭദ്രം, സുഭദ്രം, സുഭദ്ര, ഇതെല്ലാം തന്നെ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്. ഭദ്രകാളിയിൽ ഭദ്രമുണ്ട്. സുഭദ്ര എന്ന് പറയുന്നത് ദേവിയുടെ ഭാഗമാണ്. നവദുർഗകളിൽ പ്രത്യേകിച്ചും സുഭദ്ര. ഇതെല്ലാം തന്നെ നമ്മൾ സുഭദ്രമായിരിക്കുന്ന രീതിയിൽ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ സ്വച്ഛമാക്കിക്കൊണ്ട്, സ്വസ്ഥമാക്കിക്കൊണ്ട്, എല്ലാ തരത്തിലും സുരക്ഷിതമായിരിക്കുന്ന ഒരു വേദിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അപ്പോൾ ഭദ്രമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിനക്ക് ദുരാപമായിട്ട് നമുക്ക് നേടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും അതെല്ലാം തന്നെ തരാൻ പോവുകയാണ് പോലും. വേദാഹം തേ വ്യവസിതം ഹൃദി രാജന്യബാലക
തത്പ്രയച്ഛാമി ഭദ്രം തേ ദുരാപം അപി സുഹൃത. നിൻ മനോരഥം, മനോരഥം എല്ലാം നടക്കണമെന്നാണല്ലോ നമ്മൾ ആദ്യം തന്നെ മനോരഥങ്ങൾ എല്ലാം തന്നെ സാധിക്കണം. പ്രത്യേകിച്ച് സംസാരം എന്ന് പറയുന്ന സാഗരത്തിൽ നിന്ന് കരയേറാനായിട്ട് ഈ ഭാഗവത്തെ ഞാൻ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മനോരഥോ മതീയോയ സകല സർവതത്വയ നിർവിഘ്നേനൈവ കർത്തവ്യോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴും മനോരഥം, നമ്മൾ മനസ്സിലുള്ള ആ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളെല്ലാം തന്നെ സാധിക്കണം. മനോരഥം പ്രത്യേകിച്ച് നിങ്ങൾ കേട്ട് കാണും. മനോരഥം എന്നൊരു രഥമുണ്ടോ, മന്മഥൻ എന്നൊരു ദേവനുണ്ടോ? മനോരഥം എന്നൊരു രഥമുണ്ടോ, മന്മഥൻ എന്നൊരു ദേവനുണ്ടോ? ഉള്ളത് അത് മാത്രമാണ്. മനസ്സ് എന്ന് പറയുന്നൊരു സംഗതി വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം. അന്ധകരണചതുഷ്ടയത്തിലൊരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാവം ശക്തമാണ്. ഈ മനസ്സ് എന്ന് പറയുന്നതാണ് നമ്മളെ എല്ലാ തരത്തിലും നന്നാക്കുന്നതും എല്ലാ തരത്തിലും നശിപ്പിക്കുന്നതും. മന ഏവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ എന്ന് ഗീത. തറപ്പിച്ചു പറയാനുള്ള കാരണം ഈ മനസ്സിനെ നമ്മൾ വളരെയേറെ സൂക്ഷിക്കണം. മൈൻഡ് യുവർ മൈൻഡ്, മൈൻഡ് യുവർ മൈൻഡ്. അപ്പോൾ അത്തരത്തിൽ ആ മനസ്സ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അതിൻ്റെ മനോരഥം എന്ന് പറയുമ്പോൾ അതിൽ അങ്കുരിക്കുന്ന ആഗ്രഹങ്ങളുടെ നില, അതുകൊണ്ട് ഭ്രാന്തന്മാരാകുന്ന രീതി, അല്ലെങ്കിൽ പേയ് പിടിച്ച ജീവിതം നയിച്ചുകൊണ്ട് അപകടകാരികളാകുന്ന സമ്പ്രദായം, ഇതെല്ലാം തന്നെ ചിന്തിച്ചു നോക്കുക. ആ മനസ്സിനെയാണ് നമുക്ക് ഒതുക്കേണ്ടത്, അതിനെയാണ് മരിക്കേണ്ടത്. ആ മനസ്സിനെ മഥിക്കുന്നവനാണ് മന്മഥൻ, കാമദേവൻ. മന്മഥൻ സാക്ഷാൽ മന്മഥ എന്ന് ഭഗവാന് ഒരു അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഗോപികാഗീതത്തിൽ നമ്മൾ കാണുന്നത്. സാക്ഷാൽ മന്മഥ. കാമദേവന്റെയും അച്ഛനായിട്ടോ കാമദേവന്റെയും കാമദേവനായിട്ടോ അതിനപ്പുറമുള്ള. അപ്പോൾ കാമദേവൻ എന്ന് പറയുമ്പോൾ എത്രമാത്രം ശക്തനാണ്. പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്നവനാണ്. പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾക്ക് എല്ലാത്തിനും കാരണക്കാരനാണ്. കാമം അല്ലെങ്കിൽ കാമദേവനില്ല എങ്കിൽ യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അത്തരത്തിൽ എല്ലാത്തിൻ്റെയും ഒരു പിതാവായിട്ട്, കാമക്രോധാദികൾ എന്ന് പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ പടിയായിട്ട് പിതാവായിട്ടിരിക്കുന്ന കാമദേവൻ, മന്മഥൻ്റെയും മന്മഥൻ. ആ പ്രയോഗങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. അവിടെയെല്ലാം തന്നെ മനസ്സുണ്ട്. നിൻ മനോരഥം എന്തെന്നാൽ, എന്താണ് നിന്റെ മനോരഥം എന്ന് വച്ചാൽ, അറിവൂ ഞാൻ നൃപാത്മജ, അതൊക്കെ എനിക്കറിയാം. സർവന്തര്യാമയായിരിക്കുന്ന ഭഗവാൻ അറിഞ്ഞുകൂടാത്തായിട്ട് യാതൊന്നുമില്ല. ഓംനീഷ്യൻ്റ് എന്നല്ല ഇംഗ്ലീഷിൽ, സർവജ്ഞൻ. അപ്പോൾ എല്ലാ തരത്തിലും സർവജ്ഞനായതുകൊണ്ട് നിൻ മനോരഥം എന്തെന്നാൽ അറിവൂ ഞാൻ നൃപാത്മജ, ശുഭം തേ നൽകിടുന്നേൻ ഞാൻ, അത് ദുർലഭമെങ്കിലും നിനക്ക്. ആ ശുഭം എന്ന് പറയുന്ന, നേരത്തെ ഭദ്രം എന്നുള്ള പ്രയോഗം മൂലത്തിൽ മലയാളീകരിച്ചപ്പോൾ ശുഭമായി. തമ്മിലൊക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട്. അതായത് സംസ്കൃതത്തിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ അതേപടി നമുക്ക് മാറ്റിയെടുക്കാൻ, തർജ്ജമ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം. അതാണ് ഭാഗവതം ഈ മൂലകൃതി ആരൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ പൂർണ്ണമാകാനായിട്ട് അവർ ബന്ധപ്പെടുന്നൊരു കാഴ്ച കാണാം. വളരെ ബുദ്ധിമുട്ടാണ്. പദങ്ങളുടേതായിട്ടുള്ള ഘടന എന്ന് മാത്രമല്ല, ആപ്റ്റായിരിക്കുന്ന, യോഗ്യമായിരിക്കുന്ന, ഉചിതമായിരിക്കുന്ന പദങ്ങളുടെ സ്ഥാനത്ത് മറ്റെന്ത് പ്രയോഗിച്ചാലും ശരിയാകാത്ത, എന്നാൽ യോജിപ്പിക്കാനായിട്ട് പലതും പ്രയോഗിക്കേണ്ടി വരികയും ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള പരിഭാഷയിലുള്ള വൈകല്യം, അതിൻ്റെ കുറവ് എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് ഒരു തപസ്സായിട്ട് തന്നെ ഈ പറഞ്ഞ പരിഭാഷ ചെയ്ത ആ വ്യക്തിയുടെ പ്രവൃത്തിയെ കാണണം. സാധാരണക്കാർക്ക് സാധിക്കുന്നതല്ല. അക്കിത്തത്തിൻ്റെയും സുബ്രഹ്മണ്യൻ തിരുവമ്പിൻ്റെയും ഒക്കെ ഈ പരിഭാഷ വായിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല. കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിച്ചാലും മലയാളത്തിലെ പദങ്ങളും സംസ്കൃത പദങ്ങളും കൂട്ടിക്കലർത്തി അതിനെ അതേപടി പദാനുപദവും വൃത്താനുവൃത്തവും ആകുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം. അത്തരത്തിൽ ഇങ്ങനെ പരിഭാഷപ്പെടുത്തി തരണമെങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ള ഒരു അപൂർവ സുഹൃതികൾക്കേ സാധിക്കൂ എന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് നിൻ മനോരഥം എന്തെന്നാൽ അറിവൂ ഞാൻ നൃപാത്മജ, ശുഭന്തേ നൽകിടുന്നേ ഞാൻ, അത് ദുർലഭമെങ്കിലും. അപ്പൊ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ആഗ്രഹിക്കുന്നതൊക്കെ നടത്തിക്കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ്. എങ്കിലും ഇക്കാര്യം ഞാൻ നിനക്ക് നൽകുകയാണ്. നീ എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ തരാൻ ഞാൻ തയ്യാറാണ് എന്ന്. മനോഭിലഷിതം. അപ്പോൾ മനസ്സിലെന്താ അഭിലാഷങ്ങളുണ്ടോ അതെല്ലാം തന്നെ അനുഗ്രഹിച്ച് ഏകാൻ തയ്യാറായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മഹാമന്ത്രത്തിൻ്റെ പരിണത ഫലം ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് ജപിച്ചേ മതിയാകൂ, ഉപാസിച്ചേ മതിയാകൂ. ഭാഗവതം കൊണ്ടു നടക്കുന്നവര് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനമൊക്കെ പാടിക്കൊള്ളൂ, അതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ദാശാക്ഷരി ജപിച്ചേ മതിയാകും. വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോഴും ദാശാക്ഷരിയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ
ആ മന്ത്രത്തിന്റെ ജപധ്യാനങ്ങളില്ലാതെ വിഷ്ണു സഹസ്രനാമത്തിലേക്ക് കടന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. 1000 നാമങ്ങൾ ഇങ്ങനെ വെറുതെ യാന്ത്രികമായിട്ട് പറഞ്ഞു പോയിട്ട് യാതൊരു ഗുണവുമില്ല. നേരെ മറിച്ച് എൻ്റെ അന്തർയാമിയായിരിക്കുന്ന ഈശ്വരനെ സാക്ഷാൽ വിഷ്ണു അദ്ദേഹത്തെ ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ട് ഉപാസിച്ച് ശക്തിപ്പെടുത്തിയതിനു ശേഷം ഈ പറയുന്ന സഹസ്രനാമങ്ങൾ ജപിച്ചാൽ അതിനെന്തെന്നില്ലാത്ത ബലവും ഫലവും ഉണ്ട് എന്ന്. അപ്പൊ ദ്വാദശാക്ഷരി മറക്കാതിരിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. നിൻ മനോരഥം എന്തെന്നും അറിവൂ ഞാൻ നൃപാത്മജ, ശുഭം തേ നൽകിടുന്നേ ഞാൻ അത് ദുർലഭം എങ്കിലും. ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ വാസ്തവത്തിൽ ഭഗവാന്റേതായിട്ടുള്ള ഈ ഭക്തദാസൻ എന്ന് പറയുന്ന ഭാവം, അഹം ഭക്തപരാധീന എന്ന് പറയുന്ന അസ്വരൂപം, എൻ്റെ ഭക്തൻ നശിക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി, അപ്പൊ അത്തരത്തിൽ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നീ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതൊക്കെ നടത്തിത്തരാമെന്ന്. പല പല അവതാരങ്ങൾ വരുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ പറയുന്ന ഭൃത്യൻ പറഞ്ഞത് സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നിജഭൃത്യഭാഷിതം സത്യം, ആ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള അവതാരങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാ തരത്തിലും ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാന് വാസ്തവത്തിലൊരു ദൗർബല്യമാണ്. ഭക്തന്മാരെ പറ്റി ഭഗവാന് എന്തു കൊടുത്താലും മതിയാകാത്തൊരവസ്ഥ ഉണ്ട് എന്ന് ചുരുക്കം. അതാണ് ഇവിടെയും നിൻ മനോരഥമെന്തെന്നാൽ അറിവൂ ഞാൻ നൃപാത്മജ, ശുഭന്തേ നൽകിയിടുന്നേ ഞാൻ അത് ദുർലഭമെങ്കിലും. ഇനി കൊടുക്കുന്ന അവരങ്ങളുടെ ആ രീതി നോക്കൂ. എന്തെങ്കിലും ആവശ്യപ്പെട്ടോ ഈ കുട്ടി അവതരിച്ചു വന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സാക്ഷാൽ മഹാവിഷ്ണുവിനോട് എന്തെങ്കിലും എനിക്കത് വേണം ഇത് വേണമെന്ന് കൊച്ചുകുട്ടികൾ ലിസ്റ്റിടുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ കണ്ടില്ലല്ലോ, ഒന്നും എനിക്കത് വേണം ഇത് വേണമെന്നല്ല. എന്താ ഒരു ചെറിയൊരാഗ്രഹം കൊണ്ടല്ലേ ഇറങ്ങിയത്. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അനുവാദമില്ലാത്ത ഒരവസ്ഥ, അതുകൊണ്ട് ദുഃഖിതനായി തീർന്ന ഈ കുട്ടി എങ്ങനെയായാലും അച്ഛൻ്റെ മടിയിൽ കയറണം, ആ പ്രത്യേക ഒരു അഭിവാഞ്ച, ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അമ്മമാർ പറഞ്ഞതെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചതല്ലേ. അപ്പോൾ നിസ്സാരമായിട്ടുള്ളൊരു ആവശ്യമുള്ളൂ അച്ഛൻ്റെ മടിയിൽ കയറണം. അപ്പൊ ഈ അച്ഛൻ്റെ മടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം കഠിനമായിട്ടുള്ളൊരു യാതന, തപസ് എന്ന് പറയുന്ന ഘോരമായിട്ടുള്ളൊരു പ്രവൃത്തിയിലേക്ക് അദ്ദേഹം ഏർപ്പെട്ടത്, അതിൽ നിന്ന് കിട്ടുന്ന ഫലം നോക്കൂ. വെറുതെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കലല്ല അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് ചുരുക്കം. അപ്പോൾ നിസ്സാരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാം ദാശാക്ഷരി മന്ത്രം പോലുള്ള മഹത് മന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കുമ്പോൾ നിസ്സാരമായ കാര്യങ്ങളല്ല നമുക്ക് കിട്ടുന്നത്, സാരവത്തായിരിക്കുന്ന പല അനുഭവങ്ങളും പല രീതിയിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുന്നു എന്ന് ഇത് നിർബന്ധമായിട്ടും നമ്മൾ ധരിക്കണം. ദാശാക്ഷരി മന്ത്രം സദാ ജപിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുന്നത് വാസ്തവത്തിൽ അപൂർവ സൗഭാഗ്യമായിരിക്കും. കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. ഭാഗ്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭഗം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നല്ലേ ഭഗവാൻ, അതിൽ നിന്നല്ലേ ഭാഗ്യം. ഭാഗ്യസൂക്തമായാലും അവിടെ നിന്നല്ലേ സൗഭാഗ്യം. അപ്പൊ ഈ ഭഗമെന്ന് പറയുന്ന 6 കൂട്ടം കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാന്റേതാണ്, ഈശ്വരൻ്റെതാണ്. അത് മുഴുവൻ കിട്ടും. അപ്പൊ ഈ സൗഭാഗ്യം എന്ന് പറയുന്ന ഈശ്വരനിലുള്ള സകല ഗുണങ്ങളും, 6 ഗുണങ്ങൾ, ഷഡ്ഗുണങ്ങൾ, അതെല്ലാം തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മന്ത്രജപം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ നിതാന്തം നിരന്തരമായിട്ട് ആ ശാശ്വത ബ്രഹ്മസ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക. എല്ലാത്തരം നേട്ടങ്ങളും ഉണ്ട്. അത് ആവർത്തിച്ച് പറയുന്നത് ഈ കഥാഗോളത്തിലാണ് ഈ മന്ത്രം ഉരുത്തിരിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്. സത്യത്തിൽ നാരദൻ തന്റെ കഥ പറയുമ്പോഴും ഈ മന്ത്രം അവിടെ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ ഒരു മന്ത്രം ഉപദേശിച്ചു എന്ന്. അവിടെ പറഞ്ഞത് ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസംഘർഷണായ അങ്ങനെ പറഞ്ഞു നിർത്തി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മഹാമന്ത്രം ദ്വാദശാക്ഷരി ഓം നമോ ഭഗവതേ വാസുദേവായ, അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന കഥാഗോളം ഭാഗവത്തിലുടനീളം നമ്മൾ തപ്പിയാലും തടഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെ പരിശോധിച്ചാലും കിട്ടാത്തത് ഇവിടെ കിട്ടുന്നു എന്ന്. അതാണ് ഇതിന്റെ പ്രാധാന്യം. വളരെയേറെ ശ്രദ്ധിക്കുക. ഇനി പറയുന്നത് എന്താ? നന്നേരധിഷ്ഠിതം ഭദ്ര യദ്ഭ്രാജിഷ്ണോ ധ്രുവക്ഷിതീ യത്ര ഗർഭക്ഷതാരാണാം ജ്യോതിഷാം ചക്രമാഹിതം മേധ്യാം ഗോചക്രവത്സ്താസ്നോ പരസ്താത് കൽപ്പവാസിനാം. വളരെ രസകരമായിരിക്കുന്ന ഒരവസ്ഥ അനുഗ്രഹിച്ചിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ദാശാക്ഷരം ജപിച്ചാൽ ഈ അവസ്ഥയിലേക്ക് നമുക്ക് പതുക്കെ കയറാം എന്നുള്ളൊരു പ്രത്യാശ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് ദാശാക്ഷരം ജപിക്കുക. എന്താണാവോ അത്? ഏതിനു ചുറ്റും ആ ജ്യോതിർമണ്ഡലം കെട്ടുകുറ്റിയിൽ പൈക്കൂട്ടം പോൽ നിൽപ്പതേത്. ഒരു ഗാലക്സി, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗ്രഹസമൂഹം. ഏതിനു ചുറ്റും ആ ജ്യോതിർമണ്ഡലം കെട്ടുകുറ്റിയിൽ പൈക്കൂട്ടം പോൽ
നിൽപ്പത് ഏത് കൽപ്പാന്തത്തിലും ഉള്ളതും അജ്ഞാനം അന്യാനവാപ്തമാമിന്നും ധ്രുവസ്ഥാനം അന്യാൻ അവാപ്തമാം ഇന്നും ധ്രുവസ്ഥാനം തരുന്നു ഞാൻ. നമുക്ക് പ്രാപിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ധ്രുവസങ്കേതം, ധ്രുവസ്ഥാനം ഞാൻ നിനക്ക് നൽകുകയാണ് എന്ന് പേര് വരുന്ന അങ്ങനെ. അപ്പോൾ വാസ്തവത്തിൽ ഈ കുട്ടിയുടെ പേരെന്തായിരുന്നു? സുരുചിയുടെ നിർദ്ദേശപ്രകാരം തപസ്സിന് പോയ ഈ കുട്ടിയുടെ പേര് സുരുചിയുടെ മകന് ഉത്തമൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സുനീതിയുടെ മകനാണ് ഈ പോയത്. അയാളുടെ പേര് ധ്രുവൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ ധ്രുവം എന്ന് പറയുന്ന ധ്രുവസ്ഥാനം കൊടുക്കുമ്പോഴല്ലാതെ അയാൾ ധ്രുവൻ ആകുന്നില്ല. ധ്രുവം എന്ന് പറഞ്ഞാൽ തീർച്ച, നിശ്ചയം, ദൃഢമായിട്ടുള്ള അസങ്കല്പം, ഇതെല്ലാം ധ്രുവ ശബ്ദത്തിന്റെ അർത്ഥങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൃഢമായിട്ടുള്ളൊരു ധാരണയും ദൃഢമായിട്ടുള്ള നിശ്ചയത്തിലൂടെയുള്ള ഈ പറഞ്ഞ യാത്രയും അതുപോലെ ദൃഢമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകണം. ദൃഢം, ഒരിക്കലും ചലിക്കാത്തത്, അല്ലെങ്കിൽ പതറാത്തത്, കുതറാത്തത്, അത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നത്, സ്ഥിതമായത്, സ്ഥിരമായത്, അതാണ് ദൃഢം. അപ്പൊ അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് ധ്രുവം. അപ്പൊ ഈ ധ്രുവം എന്ന് പറയുന്ന സ്ഥാനം ഞാൻ നിനക്ക് നൽകുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇയാളുടെ പേര് ആദ്യം ഇട്ടു, എന്നിട്ട് അയാളുടെ പേര് അങ്ങനെ ഇട്ടത് അന്വർത്ഥമാണ്. അയാൾക്ക് ഇത്തരത്തിലുള്ള പേര് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും അയാൾ അതിന് അർഹനാണ്. എന്താ കാരണം? അയാൾ ദൃഢനിശ്ചയക്കാരനാണ്. രണ്ടാനമ്മ പറഞ്ഞു എങ്കിൽ അച്ഛനോടിങ്ങനെ നോക്കി, അപ്പോഴും ഉറപ്പായി ഇത് തന്നെ വേണമെന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചു. അമ്മയോട് ചെന്ന് പറഞ്ഞു. അമ്മയും കൂടി ഇങ്ങനെ തലയാട്ടിയപ്പോൾ ആ ദൃഢനിശ്ചയത്തോടുകൂടി കാട്ടിലേക്ക് ഓടുന്ന ധ്രുവ കുട്ടി, ഈ ധ്രുവൻ എന്ന് പറയുന്ന കുട്ടി ദൃഢനിശ്ചയത്തിന്റെ ഫെം ഡിറ്റർമിനേഷൻ, സ്റ്റേണായിരിക്കുന്ന ഒരു ഡിസിഷൻ, അതിൻ്റെ എല്ലാം തന്നെ ഉടമയാണ്. അപ്പൊ ഇവിടെ എല്ലാം തന്നെ ധ്രുവം എന്ന് പറയുന്നൊരവസ്ഥ, ദൃഢമായിട്ടുള്ളൊരു ഭാവം ഇയാൾക്കുള്ളത് കൊണ്ട് ആ പേരിന് അയാൾ അർഹനാണ്. എന്തിനു ചുറ്റുമാ ജ്യോതിർമണ്ഡലം കെട്ടുകുറ്റിയിൽ പൈക്കൂട്ടമ്പോൾ നിൽപ്പതേത് കൽപ്പാന്തത്തിലും ഉള്ളതും. ഈ ലോകം മുഴുവൻ സംഹരിക്കപ്പെടുന്നൊരവസ്ഥയാണ് കൽപ്പാന്തകാലം. അതായത് ഈ പറയുന്ന അനേകം സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയർന്ന രീതി, കൽപ്പാന്തർക്ക പ്രകാശം എന്നെല്ലാം തന്നെ നമ്മൾ ധ്യാനത്തിലും മറ്റും പ്രയോഗിക്കാറുണ്ട്. കൽപ്പത്തിന്റെ അന്തം. അപ്പൊ ഈ കൽപ്പത്തിന്റെ അന്ത്യകാലത്തിന്റെ സ്ഥിതിവിശേഷം വരുമ്പോൾ സൂര്യന്മാരൊന്നല്ല, അനവധി സൂര്യന്മാർ ഇങ്ങനെ ഉജ്ജ്വലിച്ച് ഈ ചക്രവാള സീമയിൽ വരുമ്പോൾ എല്ലാം തന്നെ കത്തിയെരിഞ്ഞ് ചാമ്പലാകുന്ന, അല്ലെങ്കിൽ കരിക്കട്ടയോ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നിശേഷം നാമാവശേഷമാകുന്ന രീതി കൽപ്പാന്തത്തിന്റെ പ്രത്യേകതയാണ്. ആ കൽപ്പാന്തകാലത്ത് പോലും നശിക്കാത്ത ഒന്നാണ് ഈ ധ്രുവ നക്ഷത്രം അല്ലെങ്കിൽ ധ്രുവസ്ഥാനം. കേന്ദ്രസ്ഥാനമാണ്. ഇതിനെ നമുക്ക് ആത്മേ എന്നോ സെനിത്ത് എന്നോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പോലും പര്യാപ്തമല്ല. സെനിത്ത് അത്യുത്തമമായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന അൾട്ടിമേറ്റ് ആയിരിക്കുന്ന ഒരവസ്ഥ എന്നെല്ലാം പറഞ്ഞാലും പൂർണ്ണമാകുന്നില്ല. അപ്പൊ ഈ ധ്രുവം അല്ലെങ്കിൽ ധ്രുവൻ അല്ലെങ്കിൽ ധ്രുവസ്ഥാനം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഒരു പദവിയാണ് എന്ന്. എത്രമാത്രം ഉയരാമോ അത്രമാത്രം ഉയർന്നാൽ, എവിടെ ചെന്നാൽ അത് വാസ്തവത്തിൽ പിന്നെ ഉയരാൻ വേറെ സ്ഥലമില്ലാതിരിക്കുന്നുവോ അത് ധ്രുവസ്ഥാനം എന്ന് പറയാം. ഇതും ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തിന് ചുറ്റുമാ ജ്യോതിർമണ്ഡലം കെട്ടുകുറ്റിയിൽ പൈക്കൂട്ടം പോൽ നിൽപ്പത് ഏത് ആ കൽപ്പാന്തത്തിലുള്ളതും. അങ്ങനെയുള്ള ഈ പറഞ്ഞ ആ സങ്കേതത്തെയാണ് ധ്രുവസ്ഥാനം തരുന്നു ഞാൻ. നിനക്ക് ആ ധ്രുവന്റെ ആ സ്ഥാനം നൽകുകയാണ്. ധ്രുവം എന്ന് പറയുന്ന ആ പ്രത്യേക സ്ഥാനം നിനക്ക് നൽകുന്നു. ഒന്നുകൂടി നമ്മൾ ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ എന്താ? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന ആ മന്ത്രത്തിന്റെ ജപധ്യാനങ്ങളെല്ലാം തന്നെ നമ്മൾ കണിശമായിട്ട് അനുഷ്ഠിക്കേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ആ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആ ഉപാസന ക്രമം അനുസരിച്ച് അതിനെ പരിപാലിച്ചുകൊണ്ട് അതെല്ലാം തന്നെ നിഷ്കർഷിച്ച് നിയന്ത്രിച്ചുകൊണ്ട് നാം ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താ? ധ്രുവസ്ഥാനമാണ്. അതിനപ്പുറം ഒരു സ്ഥാനം കിട്ടാനില്ല എന്ന് നമ്മൾ ആധ്യാത്മികത പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആധ്യാത്മികത പലപ്പോഴും പഠിക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്ന രംഗങ്ങളുണ്ട്. ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഷഡ്ചക്രങ്ങളെ ഭേദിക്കണം. ഒരു മനുഷ്യൻ ജനിച്ചിട്ട് യോഗമാർഗം അവലംബിച്ചുകൊണ്ട് ഗുരുക്കന്മാർ പറയുന്ന രീതിയിൽ മൂലാധാരം മുതൽ ഇങ്ങനെ സഹസ്രാരം വരേക്കുള്ള ചക്രങ്ങൾ ദൈനംദിന ഇങ്ങനെ മാനസികമായിട്ടുള്ളൊരു വ്യായാമത്തിലൂടെ മുറിച്ചു ഇങ്ങനെ കയറുമ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ അവശേഷിക്കുകയാണ്: നമ്മൾ മരിക്കില്ലേ? നമ്മൾ മരിക്കുമ്പോൾ ഈ പറയുന്ന ഷഡാധാരങ്ങൾ മരിക്കില്ലേ? ഷഡാധാരങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ശവമാകില്ലേ? ആ ശവത്തെ പിടിച്ച് കത്തിക്കില്ലേ? കത്തിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ചാരമാകില്ലേ? പിന്നെ അവശേഷിക്കുന്ന നട്ടെല്ലിന്റെ
ആ എല്ലിൻ കഷ്ണങ്ങളെല്ലാം തന്നെ പെറുക്കിയെടുക്കുന്ന ആ സഞ്ചയന കർമ്മത്തിൽ അവിടെ ഷഡാധാരങ്ങൾ വീണ്ടും അവശേഷിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടോ ഇല്ലയോ? വളരെ ചിന്താവിഷയമാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്ന യുക്തിയാണ്. നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈശ്വരനെ കാണാൻ വേണ്ടി ഇങ്ങനെ കണഞ്ഞു പരിശ്രമിക്കുകയാണ്. അതുതന്നെയാണ് ഈ ധ്രുവകുമാരൻ ചെയ്തത്. അപ്പൊ ഈ ധ്രുവകുമാരന്റെ പ്രയത്നവും ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നട്ടെല്ലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിന്റെ താഴത്തെ തട്ടിൽ നിന്ന് ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയ പ്രവൃത്തി നമ്മൾ ഇങ്ങനെ എതിർച്ചയാ മരിക്കാൻ ഒരു സന്ദർഭം വരുമ്പോൾ ശരീരത്തെ ത്യജിക്കുമ്പോൾ ആ ശരീരമെല്ലാം തന്നെ ശവമായിട്ട് മാറുമ്പോൾ ഈ പറയുന്ന ഷഡാധാരങ്ങൾ ശവമായി തീർന്നു. അതിനെ കത്തിച്ചു കഴിയുമ്പോൾ ഭസ്മമായി. അതിൽ അവശേഷിച്ചിരിക്കുന്ന നട്ടെല്ലിന്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ എല്ലിന്റെ ആ ദഹിക്കാതെ കിടക്കുന്ന ഭാഗങ്ങൾ അതെല്ലാം തന്നെ ഇങ്ങനെ സഞ്ചയിച്ചുകൊണ്ട് സഞ്ചയനം നടത്തി നമ്മൾ കൊണ്ടുപോയി എവിടെയെങ്കിലും നിക്ഷേപിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ഷഡാധാരങ്ങൾ എവിടെ പോയി എന്ന് ആധ്യാത്മികതയുടെ ഒരു സവിശേഷതയാണ്. ഞാൻ യുക്തിസഹമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനിട്ട് തരുന്നതാണ്. ഇന്നിപ്പോൾ യോഗ 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 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തലകുത്തി കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഈ പറയുന്ന ഭാഗവതാദി ആ പുരാണങ്ങളെല്ലാം തന്നെ ഷഡ്ചക്രങ്ങളെ പറ്റി പറയും. ഷഡ്ചക്രങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ ശബ്ദങ്ങളെ അല്ലെങ്കിൽ ആ പറയുന്ന അക്ഷരങ്ങളെ പറ്റി പറയാം മുതൽ ക്ഷ വരേക്കുള്ളത്. അതിനെപ്പറ്റിയെല്ലാം തന്നെ പ്രതിപാദിച്ചുകൊണ്ട് അവിടെ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജപിക്കണം ധ്യാനിക്കണം എന്ന് പറയും. ഈ ധ്യാനമെല്ലാം തന്നെ നല്ലതാണ്. ഈ ശരീരത്തെ വച്ചുകൊണ്ട് ഈ ധ്യാനം നടത്തി നമ്മളൊരു പ്രത്യേക പരിതസ്ഥിതിയിലേക്ക് എത്തുന്നുണ്ട്. അത് സംബന്ധിച്ചോ എത്തിയ പരിതസ്ഥിതി എന്തുമാകട്ടെ, ഏതായാലും ശരീരം ഇങ്ങനെ പട്ടുപോകുമ്പോൾ നശിച്ചു പോകുമ്പോൾ ചത്തുപോകുമ്പോൾ അതോടൊപ്പം തന്നെ ഇത് ഇല്ലാതെയാവുമ്പോൾ പിന്നെ അവശേഷിച്ചിരിക്കുന്ന കാര്യം എന്ത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ആധ്യാത്മികത നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് ആധ്യാത്മികത. ഇതെല്ലാം തന്നെ കത്തിച്ചു കളഞ്ഞിട്ട് ശരീരത്തെ ഈ ശരീരാന്തർഗതമായിട്ടുള്ള അവയവങ്ങളെയും നട്ടെല്ല് സുഷുമ്നാകാന്ഡം എന്നെല്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗങ്ങളെയും അവിടെയുള്ള ഷഡാധാരങ്ങളും നാം വിവക്ഷിക്കുന്ന സങ്കേതങ്ങളെയും അതിനെ മുഴുവൻ ഇങ്ങനെ കത്തിച്ചു കളഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? അതാണ് ആധ്യാത്മികത. അവബോധം, ബോധം. അവിടെയാണ് ഹിന്ദുവിന്റെ ആ യുക്തിവാദം. മറ്റ് സെമറ്റിക് മതങ്ങളെല്ലാം തന്നെ ഇത് ഹിന്ദുക്കൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം എന്താണ് അടിച്ചുറപ്പിക്കുന്നതെന്ന് പഠിച്ചാൽ ഒരുപക്ഷെ അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരും. ഇന്ന് നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഓടുന്ന രംഗമാണ് കാണുന്നത്. അതിന് നേരെ കടകവിരുദ്ധമായിട്ട് അവർ ഇങ്ങോട്ടേക്ക് വരും. കാരണം ഇതിലാണ് സത്തായിട്ടുള്ള കാര്യം, സത്യമായിട്ടുള്ള സംഗതി. ആ സത്യത്തെയാണ് ഭാഗവതം ആദ്യം ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. ചിന്തിക്കൂ. അപ്പൊ അത്തരത്തിലുള്ള ധ്യാനത്തിന് ഉതകുന്ന ഒരു മഹാമന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ദൈനംദിനം നമ്മൾ ഉപാസനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന സന്ദർഭം ആ സമയമെല്ലാം തന്നെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ ജപേ വിനിയോഗ ആ ജപത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് താഴത്തെ തട്ടിൽ ഇങ്ങനെ തലയിലേക്ക് കയറി താഴത്തേക്ക് വീണ്ടും ഇറങ്ങിപ്പോകുന്നു. വീണ്ടും കയറി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ധരിക്കണം, ഇതെല്ലാം തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അവന്റെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ വാസ്തവത്തിൽ ചത്തുപോകും. ചത്തുപോയാലും വാസ്തവത്തിൽ എന്താണ് ശേഷിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. എന്തുണ്ടാകണം? ബോധം. പലരും ഇങ്ങനെ ശ്രീവിദ്യാസമ്പ്രദായം എന്താണ് സാറേ, ശ്രീവിദ്യാസമ്പ്രദായത്തിൽ അവരങ്ങനെ ഉപദേശിച്ചു ഇവരിങ്ങനെ ഉപദേശിച്ചു, അതൊക്കെ ജപിക്കേണ്ട, അത് എന്നിട്ടൊന്നും കിട്ടണില്ല. എന്തെന്നാ കിട്ടാൻ? എന്നിട്ട് ചിലര് പറയും ഞാൻ അവിടെ ഇവിടെയൊക്കെ തട്ടി അല്ലെങ്കിൽ മുട്ടി അല്ലെങ്കിൽ അത്തരത്തിൽ എന്തോ തോന്നി, എന്തോ സ്ഫുരിച്ചു. എന്ത് സ്ഫുരിച്ചു? സാക്ഷാൽ നരേന്ദ്രനെ സ്പർശിച്ച ശ്രീരാമകൃഷ്ണ പരമാശ്വരുടെ സ്പർശനം കൊണ്ട് എന്തെന്നല്ലൊരു വൈദ്യുത ആഘാതമേറ്റ പോലെ തോന്നിയെന്നേ ഉള്ളൂ. എന്തുണ്ടായത്? അദ്ദേഹത്തിന് കേശാദിപാദം എന്തോ ഒരു വ്യതിയാനം സംഭവിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബോധമണ്ഡലത്തിന് മാറ്റം വന്നു എന്നേ ഉള്ളൂ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ബോധമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ഈശ്വരൻ. ആ ബോധമാണ്, ജ്ഞാനമാണ് പ്രാണൻ. അതാണ് പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഏതൊരു പ്രാണനെയാണോ നമ്മൾ ബോധമായിട്ടും ഏതൊരു ബോധത്തെയാണോ ജ്ഞാനമായിട്ടും വിവക്ഷിക്കുന്നത് അതാണ് ബ്രഹ്മമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മത്തെ ഈശ്വരനായിട്ട് പറഞ്ഞ് ഭഗവാനായിട്ട് പറഞ്ഞ് ആ ഈശ്വരനെയാണ് നമ്മൾ സത്യമെന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് ധ്യാനിച്ചത്. ആ സത്യത്തിനെ തേടിയുള്ള യാത്രയിലാണ് ദ്വാദശാക്ഷരി ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ച് ശീലിക്കേണ്ടത്. അന്ധമായിട്ടുള്ള ഈ പറയുന്ന ആധ്യാത്മികത എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടം ഓടുന്ന രീതിയെല്ലാം തന്നെ ഉപേക്ഷിക്കണം. അത്തരത്തിലുള്ള ഓട്ടമല്ല നമുക്ക് ആവശ്യം. ക്ഷേത്രത്തിൽ കുത്തിയിരിക്കണമെന്ന് ശാന്തിമാർ ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറയുന്നു, വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ക്ഷേത്രത്തിന്റെ അകത്ത് പൂജക്കേറി ഉച്ചപൂജ കഴിഞ്ഞിട്ട് അവിടുന്ന് ശ്വാസം മുട്ടി പുറത്തേക്ക് വരുന്നവനല്ല ശാന്തി. അയാൾ വാസ്തവത്തിൽ ഉപാസകനല്ല. അയാൾ സാധകനാകണമെങ്കിൽ അവിടെ തന്നെ കുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ അകത്ത് ഞാൻ തുറക്കാതെ അവിടെ ഇരിക്കണം എന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. അവന്റെ ആ ധ്യാനക്രമങ്ങളെല്ലാം തന്നെ മുടങ്ങാതെ അവന്റെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ആ ധ്യാനാത്മകതയിൽ തന്നെ ഇരിക്കണം. ബോധതലം ഉണർന്നു കിട്ടാൻ. എവിടെയാണ് ആധ്യാത്മികത?
ഇന്ന് നമ്മൾ വെറും കൂലിവേലക്കാരുടെ സദൃശം അല്ലെങ്കിൽ ജീവനക്കാരെ എന്നുള്ള മട്ടിലേക്ക് പോയത് കൊണ്ടാണ് ഈ കൊറോണയും എല്ലാത്തരം ഈ രോഗങ്ങളും ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്ന് നമ്മളെ അലട്ടാൻ കാരണം. ഇല്ലെങ്കിൽ ഒരലട്ടലുമില്ല. നമ്മൾ ആ ബോധതലം ഉണർന്ന രീതിയിൽ ഇരിക്കുമ്പോൾ കൊറോണ പോലും പേടിക്കും അടുത്തേക്ക് വരാൻ. പിടുത്തം കിട്ടിയാവോ? ആ രീതിയിൽ വേണം ഈ ധ്രുവസ്ഥാനത്തെത്തിയ ഈ ധ്രുവകുമാരൻ ദ്വാദശാക്ഷരി ജീവിച്ചുകൊണ്ട് നേടിയ നേട്ടത്തെ വിലയിരുത്താൻ. ഒന്നുകൂടി നോക്കൂ. ഏതിനു ചുറ്റും ആ ജ്യോതിർമണ്ഡലം കെട്ടുകുറ്റിയിൽ പൈക്കൂട്ടം പോൽ നിൽപ്പത്, ഏത് കൽപ്പാന്തത്തിൽ ഉള്ളതും അജ്ഞാനവാപ്തമാം ഇന്നും ധ്രുവസ്ഥാനം തരുന്നു ഞാൻ. കുഞ്ഞെ, നിനക്ക് ധ്രുവസ്ഥാനം നൽകുകയാണ് എന്ന്. പ്രഹ്ലാദന്റെ കഥയിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിലൊരവസ്ഥ നമ്മൾ കാണുന്നില്ല. പക്ഷെ പ്രഹ്ലാദൻ ശുദ്ധമായിട്ടുള്ള ഭക്തിയുടെ ഉടമയാണ്, ഇയാളും അതെ. അപ്പൊ ഏതായാലും ഇയാളുടെ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് ഇതുവരേക്ക് അങ്ങനെ ഒരു ഭക്തൻ, അതായത് എന്തെന്നില്ലാത്ത ഈശ്വര പ്രേമം കൊണ്ട് ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നൊരവസ്ഥ ഒന്നും ഇവിടെ പ്രതിപാദിച്ചില്ല. ഇവിടെ എന്താണ് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമെന്ന് നമുക്ക് തോന്നുന്നത്. കുട്ടിക്കത് വളരെ വലിയ കാര്യമാണ്, അച്ഛൻ്റെ വടിയിൽ കയറിയിരിക്കും. അപ്പൊ അതിനുവേണ്ടി എന്താ മാർഗം? അതിനുവേണ്ടി ഓടിയപ്പോൾ ഒരു മന്ത്രം കിട്ടി. ഈ മന്ത്രം കിട്ടിയത് എന്താണെന്ന് വാസ്തവത്തിൽ എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയാണ് ഈ ഓന്നമോ ഭഗവതേ വാസുദേവായ. ഗുരുനാഥൻ ഈ പറയുന്ന നാരദര് പറഞ്ഞു കൊടുത്ത രീതിയിൽ അങ്ങനെ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾക്ക് കിട്ടി, എന്ത് കിട്ടി? ഭഗവാന്റെ പ്രത്യക്ഷമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രത്യക്ഷമായിരിക്കുന്ന ദർശനം കിട്ടിയിട്ട് അനുഗ്രഹം കിട്ടി. നീ ധ്രുവ നക്ഷത്രം, ധ്രുവസ്ഥാനം നിനക്ക് തരുന്നു എന്ന്. നല്ലപോലെ ഒന്നുകൂടി അത് ഉറപ്പിക്കുക. ദ്വാദശാക്ഷരി ജപിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് ധ്രുവസ്ഥാനമാണ്. ഏതിനു ചുറ്റുമാം ആ ജ്യോതിർ മണ്ഡലം കെട്ടുകുറ്റിയിൽ പൈക്കൂട്ടം പോൽ നിൽപ്പത്, ഏത് അക്കൽപ്പാന്തത്തിലുള്ളതും അജ്ഞാനവാപ്തമാമിന്നും ധ്രുവസ്ഥാനം തരുന്നു ഞാൻ. ഇത് ഊന്നി ഊന്നി പറയാൻ കാരണം ഒടുവിലേക്ക് നമ്മളിപ്പോൾ വായിക്കും. അനവധി കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് ഇദ്ദേഹത്തിന്റെ ആ രാജ്യഭരണ കാലഘട്ടം മുഴുവൻ തരണം ചെയ്തിട്ട് ഇദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വായിക്കുമ്പോഴാണ് ഈ അനുഗ്രഹത്തിന്റെ അനുഭവത്തിന്റെ തലത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ അനുഭവം. അനുഗ്രഹം വെറുതെ ഇങ്ങനെ കൈ തലയിൽ വച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, ആ അനുഭവത്തിൽ വരണ്ടേ. ആ എന്തെല്ലാം പറഞ്ഞാലും കേട്ടാലും അതെല്ലാം തന്നെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യം ആകുന്നുള്ളൂ എന്ന്. ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ചാൽ കിട്ടുന്നത് യഥാർത്ഥത്തിൽ എന്ത് എന്ന് ഈ ധ്രുവന്റെ ജീവിതകഥയിൽ നമുക്ക് അവസാനം കാണാൻ കഴിയുന്നു. അടുത്ത എന്താണ് ഭഗവാൻ പറഞ്ഞത്? ധർമ്മോഗ്നി. ധർമ്മോഗ്നി കശ്യപ. ഓരോരുത്തർ ധർമ്മം അഗ്നി. അപ്പൊ ധർമ്മൻ അഗ്നി, ധർമ്മോ അഗ്നി, കശ്യപ ശുക്രോ, മുനയോ യേവനൗകസ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമന്തോ യത്സ താരക. എല്ലാ നക്ഷത്രജാലങ്ങളെയും കൂട്ടിക്കൊണ്ട് ഈ സപ്തർഷികളും ഇതുപോലുള്ള ധർമ്മനായാലും അല്ലെങ്കിൽ ഈ പറയുന്ന കശ്യപനായാലും അതുപോലുള്ള എല്ലാ ഗ്രഹങ്ങളോടൊപ്പം സപ്തർഷികളും എല്ലാം തന്നെ ചുറ്റുകയാണ് ഈ ധ്രുവ നക്ഷത്രത്തെ. ധ്രുവം എന്ന് പറയുന്ന ആ പ്രത്യേക സ്ഥാനത്തെ, ധ്രുവനക്ഷത്രം എന്ന് പിന്നാലെ നമ്മൾ അറിയാൻ പോകുന്ന ആ സങ്കേതത്തെ ഈ സപ്തർഷികളെല്ലാവരും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സപ്തർഷികളും താരങ്ങളോടുകൂടി നക്ഷത്രജാലങ്ങളോടുകൂടി ഗ്രഹങ്ങളും ഇതെല്ലാം തന്നെ ചുറ്റുന്ന സങ്കേതമാണ്. അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിച്ചു. അപ്പൊ ഏതൊന്നാണോ അടിസ്ഥാനപരമായിട്ട് ഒരു തത്വമായിട്ട് അല്ലെങ്കിൽ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നത്, ആ ധ്രുവം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ കേന്ദ്രബിന്ദുവിനെ ചുറ്റിക്കറങ്ങി ഈ സപ്ത ഋഷികളും അതുപോലെ ഗ്രഹങ്ങളും നക്ഷത്രജാലങ്ങളും ഇതെല്ലാം തന്നെ കറങ്ങുന്നു എന്ന്. താരങ്ങളൊപ്പം അതിനെ ധർമ്മൻ കശ്യപൻ അഗ്നിയും വലംബിക്കും ശുക്രനും അസപ്തർഷികളും എപ്പോഴും. അപ്പോൾ ഒന്നുകൂടി ആ ധ്രുവം എന്ന് പറയുന്ന ആ സ്ഥാനത്തെ, ധ്രുവസ്ഥാനത്തെ ഇങ്ങനെ അരക്കിട്ടുറപ്പിച്ച ശ്രേഷ്ഠമായിരിക്കുന്ന സങ്കേതമാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സപ്തർഷികൾ ചരിക്കുന്നത്. ഗ്രഹങ്ങളും അതെല്ലാം തന്നെ അതിനെയാണ് വാസ്തവത്തിൽ കേന്ദ്രമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ധ്രുവം എന്ന് പറയുന്ന സ്ഥലത്തെ നിനക്ക് ഞാനിതാ തരുന്നു, ധ്രുവസ്ഥാനം. എന്നിട്ട് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് അതും ഭഗവാൻ ഇങ്ങനെ അരുളുന്നുണ്ട്. പ്രസ്ഥിതേതുവനം പിത്രാദത്വാകം ധർമ്മ സംശ്രയ ഷട്രിംശദ്വർഷസഹസ്രം രക്ഷിതാവ്യഹതേന്ദ്രിയ. അപ്പൊ ഇതിനകത്ത് വാസ്തവത്തില് എത്ര വർഷക്കാലം നിനക്ക് ആയുസ്സുണ്ട് എന്ന് കൂടി പ്രഖ്യാപിക്കുകയാണ്. അച്ഛൻ തന്റെ ഈ രാജ്യഭാരമെല്ലാം തന്നെ കഴിച്ചുകൂട്ടി രാജകീയമായിട്ടുള്ള അവസരങ്ങളെല്ലാം തന്നെ വിനിയോഗിച്ച് അത് ഉപേക്ഷിച്ച്
എപ്പോഴാണോ വാസ്തവത്തിൽ വാനപ്രസ്ഥനാകുന്നത് അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകുന്നത്, ആ സന്ദർഭത്തിൽ നിന്നെ രാജാവായിട്ട് വാഴിക്കുമ്പോൾ നിനക്ക് 36,000 സംവത്സരം ഈ ലോകത്തെ രാജ്യത്തെ ഭരിക്കാനുള്ള അനുഗ്രഹവും നൽകുന്നു എന്ന്. 36,000 സംവത്സരം, 36 വർഷം. പ്രസ്ഥിതേതു വനം പിത്രാ തത്യാഗം ധർമ്മസംശ്രയാ 36 വർഷസാഹസ്രം രക്ഷിതാവ്യാഹതേന്ദ്രിയ. രാജ്യമേകി കാട്ടിൽ അച്ഛൻ പോയാൽ, അങ്ങനെയാണല്ലോ പണ്ടത്തെ പതിവ്, ചെങ്കോലും മരവുരിയും. അപ്പൊ ചെങ്കോലെല്ലാം തന്നെ മകനെ ഏൽപ്പിച്ചിട്ട്, സിംഹാസനമെല്ലാം തന്നെ മകനെ ഏൽപ്പിച്ചിട്ട് മരവുരി ഉടുത്തുകൊണ്ട് വാനപ്രസ്ഥനാകുക. ആ അവസ്ഥയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്ത് ചെയ്യുന്നത്. ഔരസേവച്ചു ഭൂരക്ഷയാംഭാരവും മാനസേവച്ചു ഗോവിന്ദപാദബ്ജവും എന്ന്. അപ്പൊ അത്തരത്തിൽ രാജ്യഭാരമെല്ലാം തന്നെ ജനമേജയനെ ഏൽപ്പിച്ചുകൊണ്ടാണല്ലോ പരീക്ഷിത്ത് പോകുന്ന. അതേ രീതിയിൽ അച്ഛൻ രാജാവിതെല്ലാം തന്നെ ഉപേക്ഷിച്ചു വാനപ്രസ്ഥനാകുമ്പോൾ, രാജ്യമേകിക്കാട്ടിൽ അച്ഛൻ പോയാൽ നീ ധർമ്മിഷ്ഠനായി 36,000 വർഷം നാടുവാഴും സമർത്ഥനായി. 36,000 വർഷം അച്ഛന്റെ മടിയിൽ കയറിയിരിക്കണമെന്നുള്ളൊരു തുച്ഛമായിട്ടുള്ള ആഗ്രഹം വെച്ച് പുലർത്തിയ കുട്ടിക്ക് അച്ഛനെ തുടർന്ന് രാജാവാകാനുള്ള യോഗ്യത കിട്ടുകയാണ്. സുരുചിയുടെ മകൻ ഉത്തമനാണ് മൂത്തവൻ. അപ്പൊ ഈ സുരുചിയുടെ മകൻ ഉത്തമനാണ് രാജ്യഭാരത്തിന് അല്ലെങ്കിൽ രാജ്യം ഭരിക്കാനുള്ള അർഹത മൂത്ത മകനായതുകൊണ്ട്. അയാൾക്കെന്ത് പറ്റുന്നു എന്ന് കൂടി ദീർഘവീക്ഷണത്തോടുകൂടി ഭഗവാൻ ഈ വരം കൊടുക്കുന്ന വേളയിൽ പറയുന്നുണ്ട്. അടുത്ത രംഗമതാണ്. അപ്പൊ എല്ലാ തരത്തിലും ഉത്തമനാണ് ജ്യേഷ്ഠനെങ്കിലും ഈ ധ്രുവകുമാരൻ അനുജനാണ് എങ്കിലും നിനക്ക് അച്ഛന്റെ രാജ്യഭാരത്തിന്റെ ആ കാലം കഴിഞ്ഞാൽ അദ്ദേഹം വാനപ്രസ്ഥനാകുമ്പോൾ 36,000 സംവത്സരം നിനക്ക് രാജ്യം ഭരിക്കാനുള്ള അനുഗ്രഹവും ഞാനേകുന്നു എന്ന്. രാജ്യമേകിക്കാട്ടിൽ അച്ഛൻ പോയാൽ നീ ധർമ്മനിഷ്ഠനായി 36,000 വർഷം നാടുവാഴും സമർത്ഥനായി. ത്വദ്ഭ്രാത, ആരാധ ഭ്രാതാവ്, ത്വദ്ഭ്രാതര്യുത്തമേ നഷ്ടേ. ഈ ഉത്തമൻ നഷ്ടപ്പെട്ടു, ഉത്തമന്റെ ജീവിതമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അതും പറയുന്നുണ്ട് എങ്ങനെയെന്ന്. ത്വദ്ഭ്രാതരുത്തമേ നഷ്ടേ മൃഗായാം തു തന്മനാ അന്വേഷന്തി വനം മാതാ ദാവാഗ്നിം സംപ്രവേക്ഷ്യതി. കാട്ടിൽ മൃഗയാവിനോദം അല്ലെങ്കിൽ നായാട്ടിന് വേണ്ടി പോയ ഉത്തമൻ എന്ന് പറയുന്ന സുരുചിയുടെ മകൻ നായാട്ട് കടത്തിക്കൊണ്ടു പോകുമ്പോൾ അവിടെയെല്ലാം തന്നെ ഈ യക്ഷന്മാരും ഗന്ധർവന്മാരും ഒക്കെ ആയിട്ട് യുദ്ധത്തിലേർപ്പെട്ട് അയാൾ അങ്ങനെ ജീവിതം നഷ്ടപ്പെട്ടു പോയപ്പോൾ മകനെ കാണാതെ വന്നപ്പോൾ മകനെ അന്വേഷിച്ചുകൊണ്ട് സുരുചി എന്ന് പറയുന്ന ഈ അമ്മ, ധ്രുവന്റെ രണ്ടാനമ്മ, കാട്ടിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് അന്വേഷിച്ച് നടക്കുകയാണ്. അന്വേഷിച്ച് അവൾ പട്ടിണിയും പരിവട്ടവുമായിട്ട് ഈ അന്വേഷണത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ആ കൊടുങ്കാട്ടിലെ ദാവാഗ്നി അല്ലെങ്കിൽ അവിടെയുള്ള ദാരുണമായിരിക്കുന്ന ആ കാട്ടുതീയ് അതിൽപ്പെട്ട് അവർ വെന്തുവരിച്ചു എന്ന്. അതും ഭഗവാൻ തന്നെ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ത്വദ്ഭ്രാതര്യുത്തമേ നഷ്ടേ മൃഗയായാം തു തന്മന അന്വേഷന്തി വനം മാതാ ദാവാഗ്നിം സംപ്രവേക്ഷ്യതി. നിൻ ഭ്രാതാവുത്തമൻ നായാട്ടിന് പോയി മരിക്കവേ തേടിപ്പോം തജ്ജനനിയും കാട്ടുതീങ്കൽ വെന്തുപോം. ഭഗവാൻ തന്നെ ഒരു ധ്വനി, നീ പേടിക്കണ്ട, ഈ രാജ്യം 36,000 വർഷം നിനക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അർഹതയുള്ള മൂത്ത മകൻ, അതായത് ഈ സുരുചിയുടെ മകനായിരിക്കുന്ന ഉത്തമൻ കാട്ടിൽ ഈ പറയുന്ന നായട്ടിന് പോയിട്ട് മരിക്കും. അതിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന അമ്മ സുരുചിയാണെങ്കിലും കാട്ടുതീയിൽ പെട്ട് വെന്തു മരിക്കും. അപ്പൊ അവിടെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, നീയാണ് ഇനി അനന്തരാവകാശി, രാജാവിനെ തുടർന്ന് രാജ്യം ഭരിക്കാനുള്ള യോഗ്യത നിനക്കാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതും ഈ പറയുന്ന 12 അക്ഷരങ്ങളുള്ള ദാശക്ഷരി മന്ത്രത്തിന്റെ മഹത്വമാണ്. എന്തെല്ലാമാണ് ആ മന്ത്രദീക്ഷയിലൂടെ അഥവാ ആ തപസ്സിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് ഈ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഭഗവാന്റെ ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. നിൻ ഭ്രാതാവുത്തമൻ നായാട്ടിന് പോയി മരിക്കവേ തേടിപ്പോം ജനനിയും കാട്ടുതീയിങ്കൽ വെന്തുപോം. കഴിഞ്ഞില്ല. ഇഷ്ട്വാ മാം യജ്ഞഹൃദയം യജ്ഞൈ പുഷ്കല ദക്ഷിണൈ ഭുക്വാ. യജ്ഞാദികളും യാഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് എന്നെ നീ തൃപ്തിപ്പെടുത്തിയിട്ട് ആശിഷ സത്യം അന്തേ മാം സംസ്മരിഷ്യസി, ഏറ്റവും ഒടുവിൽ എന്നെ സ്മരിക്കും എന്ന്. അന്തേ നാരായണ സ്മൃതി എന്നുള്ളതാണല്ലോ ഭാഗവത്തിൽ നാം കാണുന്ന ഒരു പ്രത്യേകത, അന്തേ നാരായണ സ്മൃതി. അപ്പൊ ഈ അവസാന കാലഘട്ടത്തിൽ നാരായണനെ സ്മരിക്കുക, മരിക്കുക.
ആ സ്മരണയിൽപ്പെട്ട് ശരീരം ത്യജിച്ചാൽ നമ്മൾ വാസ്തവത്തിൽ മുക്തന്മാരാകുന്നു എന്ന്. ഇതാണ് ഭാഗവതത്തിന്റെ പ്രമേയം. അതേ രീതിയിൽ അനുഗ്രഹവും കൊടുത്തു. എന്താ? പൂർണ്ണയജ്ഞങ്ങളാൽ യജ്ഞപ്രിയൻ എന്നെ യജിച്ചു നീ. അത് വിഷ്ണു സഹസ്രനാമത്തിലൊടുവിലേക്ക് വരുമ്പോൾ യജ്ഞാങ്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന പോലെ പൂർണ്ണയജ്ഞങ്ങളാൽ യജ്ഞപ്രിയനാം എന്നെ യജിച്ചു നീ. അപ്പൊ ഈ രാജാവിന്റെ രാജകീയമായിട്ടുള്ള ഭരണകാലത്ത് മുഴുവൻ നീ എന്നെ തന്നെ ആശ്രയിച്ച് ആ യജ്ഞങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് പൂർണ്ണയജ്ഞങ്ങളാൽ യജ്ഞപ്രിയൻ എന്നെ യജിച്ചു നീ. ശ്രേഷ്ഠഭോഗം ഭുജിച്ച് ഇഹലോകത്തിൽ സുഖഭോഗങ്ങളെല്ലാം തന്നെ അനുഭവിച്ച് അന്ത്യമാകുമ്പോൾ എന്നെ സ്മരിച്ചിടും. അവസാന കാലത്ത് എന്നെ നീ ഓർക്കും. അപ്പൊ എന്നെ ഓർത്തുകൊണ്ട് നിനക്ക്, സ്മരിച്ചുകൊണ്ട് നിനക്ക് മരിക്കാനുള്ളൊരവസരം അതും നൽകി. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്, ആചാര്യന്മാരുടെ വേഷം കെട്ടി നടക്കുന്നുണ്ട്, അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, മറ്റുള്ളവരെ എല്ലാവർക്കും മോക്ഷം കൊടുത്തുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരുമാണ്. നമുക്ക് അവസാന കാലഘട്ടം എന്തായിരിക്കും എന്ന് പറയാൻ നിവർത്തിയില്ല. പിച്ചും പേയുമായിട്ടായിരിക്കുമോ, ചിഹ്നെന്ന് പറയുന്ന അൾസിമേഴ്സ് എല്ലാം തന്നെ ബാധിച്ചിട്ടായിരിക്കുമോ അന്ത്യം, അതോ ഈ പറയുന്ന ഒരു പ്രത്യേക വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് ബോധമില്ലാത്തൊരവസ്ഥയിൽ അതോ ആകാം. അപ്പൊ ഇത്തരത്തിൽ മരണം എന്ന് പറയുന്ന അന്ത്യകാലം ഈശ്വരനെ അനുഗ്രഹിച്ചാൽ മാത്രമേ, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ശരീരത്തെ വിടാൻ സാധിക്കുമെന്ന്. ഈശ്വരസ്മരണയോടുകൂടി മരിക്കണമെന്ന്, അഥവാ ഈശ്വരനിൽ മനസ്സ് ഇങ്ങനെ കുത്തി അത്തരത്തിൽ ഊന്നിക്കൊണ്ട് അത്തരത്തിൽ ഈ മനസ്സ് ഭഗവാനെ തന്നെ ലയിപ്പിച്ചുകൊണ്ട് മരിക്കണം. സതി അനുഷ്ഠിച്ച ദേഹത്യാഗം പോലെ. നമ്മൾ കഴിഞ്ഞ ആ പ്രകരണം, ധർമ്മപ്രകരണത്തിൽ എന്താണ് ഒരു ജീവന്റെ ലക്ഷ്യം? ജീവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരമാത്മാവുമായിട്ടുള്ള സംയോജനമാണ്. ആ സംയോജനം എന്ന് പറയുന്ന സമ്യക്കായിട്ട് യോജിക്കുന്ന ആ യോഗ എന്ന് പറയുന്നൊരവസ്ഥ സാധിച്ചത് സതിയാണ്. സ്വന്തം ശരീരത്തെ കത്തിച്ച് അമ്പലാക്കുന്നോട് പ്രാണാദികളെ എല്ലാം തന്നെ പ്രാണായാമം കൊണ്ടെല്ലാം തന്നെ സമന്വയിച്ച് അത്തരത്തിൽ ഈശ്വരാത്മുഖയായിട്ട് ഈ പറയുന്നത് തന്റെ തന്നെ ഭർത്താവായിരിക്കുന്ന കൈലാസനാഥനെ സ്മരിച്ച് അവിടെ ലയിക്കുന്ന രീതി, അന്തേനാരായണ സ്മൃതി. അത് തന്നെ ഇവിടെയും പറയുകയാണ്, നിനക്കത് കിട്ടട്ടെ. പൂർണ്ണയജ്ഞങ്ങളാൽ യജ്ഞപ്രിയൻ എന്നെ യജിച്ചു നീ. ശ്രേഷ്ഠ ഭോഗം ഭുജിച്ച് അന്ത്യമാകുമ്പോൾ എന്നെ സ്മരിച്ചിടും. ഒടുവിൽ എന്നെ സ്മരിക്കാനുള്ള യോഗം കൂടി നിനക്കേകുന്നു. അനുഗ്രഹത്തിന്റെ ആ പാരമ്യം നോക്ക്. ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ചാൽ എന്തെല്ലാമാണ് കിട്ടുന്നത് എന്ന് ഭഗവാന്റെ ഈ വരം അല്ലെങ്കിൽ ഈ വരങ്ങൾ ഓരോന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. അപ്പൊ എല്ലാവരും തന്നെ ഭാഗവത സപ്താഹ വേദിയിൽ കഴിയുന്നത്ര അനവരതം ജപിക്കേണ്ട ഈ മന്ത്രം കഴിയുന്നത്ര ജപിച്ച് അതിൻ്റെ അക്ഷരലക്ഷ്യം എത്തിക്കാൻ സാധിച്ചാൽ അത്രമാത്രം ഒരു പുണ്യം വേറെ ഇല്ല. ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ട് ആ വേദിയിൽ തുളസിപ്പൂ എടുത്ത് അർച്ചിക്കണമെന്നാണ് നിബന്ധന. ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ ശാന്തിക്കാരങ്ങനെയൊന്നുമില്ല, അവിടെ ഇരിക്കുകയും കൂടി ഇല്ല. അപ്പൊ ഏതൊക്കെയോ മണിയടിച്ച് പൂജ കഴിഞ്ഞാൽ പിന്നെ അയാൾ ഓടി മുറുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് മൊബൈലിൽ കളിക്കാനോ അങ്ങനെയൊക്കെ ഓടുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് ഓരോ തുളസി ദളങ്ങൾ എടുത്തുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ അർച്ചിക്ക എന്ന് പറയുന്ന രീതി ഭാഗവത സപ്താഹവേദിയുടെ പ്രത്യേകതയാണ്. അങ്ങനെ ആയിരിക്കണം. അവിടെയാണ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ യജ്ഞ സമീപത്തേക്കും യജ്ഞവേദിയിലേക്കും ആ സദസ്സിലേക്കൊക്കെ കടന്നു വരുന്ന ആ ശ്രോതാക്കൾക്ക് എന്തെന്നില്ലാത്തൊരു മാറ്റം വരുന്ന അപ്പോൾ മാത്രമാണ്. ഇന്ന് വെറുതെ ഈ പുഷ്പാഞ്ജലിക്ക് ചീട്ടാക്കിയ അവിടെ ഈ എടുത്തു വച്ചിരിക്കുന്ന ഇലയിൽ എന്തൊക്കെയോ എടുത്തു വച്ചിരിക്കുന്നത് അത് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന ശാന്തിക്കാരൻ ദക്ഷിണയും വാങ്ങി പോക്കറ്റിൽ ഇടുന്നൊരു സമ്പ്രദായമാണ്. അതെല്ലാം തന്നെ മാറിയേ മതിയാകൂ. സ്വയംകൃത അനർത്ഥം കൊണ്ടാണ് ഈ കൊറോണയെല്ലാം തന്നെ വന്നതെന്നും നശിക്കുന്നതെന്നും പലവട്ടം പറഞ്ഞ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അപ്പൊ ഏതായാലും എന്തു വേണം? പൂർണ്ണയജ്ഞങ്ങളാൽ യജ്ഞപ്രിയനാം എന്നെ യജിച്ചു നീ. ശ്രേഷ്ഠഭോഗം ഭുജിച്ച് അന്ത്യം ആമ്പോൾ എന്നെ സ്മരിച്ചിടും. ഭോഗം കിട്ടും, യോഗവും കിട്ടും. അപ്പൊ ഈ ഭോഗവും യോഗവും ഒരേപോലെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഭുക്തി അതുപോലെ മുക്തി, അതാണ് രണ്ട് വാക്കുകൾ, ഭോഗവും യോഗവും. അപ്പൊ എല്ലാ തരത്തിലും ഈ ഭോഗവും യോഗവും രണ്ടും ലഭ്യമാകണമെങ്കിൽ അതിന് ഈ ഉത്കൃഷ്ട മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ മതി എന്നിങ്ങനെ അരക്കിട്ടുറപ്പിക്കുന്നു. എന്നിട്ടോ ഒടുവിൽ ഇങ്ങനെ അനുഗ്രഹിക്കാം. തതോ ഗന്ധാസി മത്സ്ഥാനം സർവലോക നമസ്കൃതം ഉപരിഷ്ടാദൃഷിഭ്യസ്ഥം യതോ നാവർത്തതേ യതി. എന്റെ സങ്കേതത്തിൽ നിനക്കങ്ങനെ ചെല്ലാം. എന്താ സ്ഥലത്തിന്റെ പ്രത്യേകത? ഋഷിലോകത്തിനും മേലേ. തതോ ഗന്ധാസി മത്സ്ഥാനം സർവലോക നമസ്കൃതം എന്ന് മൂലത്തിൽ പറഞ്ഞത്. ഉപരിഷ്ടാദൃഷിഭ്യസ്ത്വം തതോ യതോ നാവർത്തതേ യതി. ഒരു സന്യാസി എവിടെ ചെന്നിട്ടാണ് തിരിച്ചു വരാതിരിക്കുന്നത്? അതാണ് എൻ്റെ സങ്കേതം. അതിനാണ് ഈ പറയുന്ന ഭാഗവതമായാലും ഭഗവത്ഗീതയായാലും
വൈകുണ്ഠത്തെയെല്ലാം നിർവചിച്ചിരിക്കുന്നത് യദ്ഗത്വ ന നിവർത്തന്തേ. അപ്പൊ യദ്ഗത്വാൻ നിവർത്തതേ എന്ന് പറയുന്ന പോലെ ഇവിടെയും യഥോ ന ആവർത്തതേ യതി ഋഷിലോകത്തിനും മേലാം എൻ സ്ഥാനം സർവപൂജിതം. അപ്പൊ എല്ലാവരും തന്നെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥലം അണയും നീ അങ്ങു ചെന്ന് യതി പിന്നെ മടങ്ങേട. ഒരു സന്യാസി ധ്യാനയോഗി അഥവാ അത്തരത്തിൽ ജ്ഞാനി എപ്രകാരമാണോ ഇങ്ങനെ ഉണർന്നു കിടന്ന് ആ സ്ഥാനം എന്റെ സ്ഥാനത്തെത്തുന്നത്, അയാൾ തിരിച്ചു പോരുന്നില്ല. അതുപോലെ ആ സ്ഥാനവും നിനക്കിതാ നൽകുന്നു. ധ്രുവസ്ഥാനം, ശ്രേഷ്ഠമായ സ്ഥാനം, അങ്ങേയറ്റത്തെ ഒരു പദവി, അത് എന്റെ സ്ഥാനം. ഋഷിമാരും എല്ലാവരും അതിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകാശപൂർണമായിരിക്കുന്നൊരവസ്ഥ. എല്ലാവർക്കും ഈ ചൊരിയുന്ന പ്രകാശം ചൊരിയുന്ന ജ്ഞാനം ചൊരിയുന്ന പ്രകാശം കൊണ്ടുദ്ദേശിക്കുന്ന ഇരുട്ടില്ലാത്ത അത്തരത്തിലൊരു സങ്കേതത്തിലേക്ക് നീ വരുന്നു എന്ന്. ദ്വാദശാക്ഷരി മന്ത്രം നമ്മൾ ജപിച്ച് ശീലിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകത, അല്ലെങ്കിൽ ആ ദ്വാദശാക്ഷരി മന്ത്രം നമ്മൾ ജപിക്കുന്നതുകൊണ്ട് എന്തു മാറ്റം വരുന്നു എന്ന് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദ്വാദശാക്ഷരി മന്ത്രം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രം ജപിക്കുന്നത് മൂലാധാരത്തിൽ നിന്ന് പതുക്കെ കയറി കയറി മുകളിലേക്ക് വരാനുള്ള മന്ത്രമായിട്ട് തന്നെയായിരിക്കണം. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് കുറിയിട്ട് നമ്മൾ കുത്തിയിരുന്ന് ഈ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ മൂലാധാരം മുതൽ നമ്മളിങ്ങനെ സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പടിപടിയായിട്ട് അതിലെ അക്ഷരങ്ങളെയും നമുക്ക് ധ്യാനിക്കാം, ദളങ്ങളെയും ധ്യാനിക്കാം, നിറവും ധ്യാനിക്കാം. ഒക്കെ വിബ്ജിയോർ എന്ന് പറയുന്ന നിറങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതേ രീതിയിലുള്ള ധ്യാനക്രമത്തിൽ താഴത്ത് നിന്ന് പതുക്കതാശക്ഷി ജപിച്ച് ജപിച്ച് ഇങ്ങനെ കയറുക. ശരീരം പട്ടുപോയതിനു ശേഷം ശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞ് ഇല്ലാതെയാകുന്ന ആ ഉപകരണത്തെ അങ്ങനെ ഉപയോഗിക്കണം. എങ്ങനെ? ശരീരം എന്ന് പറയുന്ന ഉപകരണം അപ്പാരറ്റസ്, അതിൽ ടെസ്റ്റ് ട്യൂബിന് സദൃശമായിരിക്കുന്ന നട്ടല്ല എന്ന് പറയുന്ന ഉപകരണം, ആ ഉപകരണത്തെ ഉപയോഗിക്കണം ജീവിച്ചിരിക്കുമ്പോൾ. എങ്ങനെ? ദ്വാദശാക്ഷരി ജപിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സുഷുമ്നാകാണ്ഡത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോരോ ചക്രങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പടിപടിയായിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ കയറി കയറി വരുമ്പോഴാണ് ഈ ദുന്തുകാരിയുടെ 7 മൊട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനങ്ങൾ പൊട്ടിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന കഥ സാർത്ഥകമാകുന്നത്. ദുന്തുകാരി ജീവനം പ്രേതമായി തീർന്ന ജീവനാണ്. പ്രേതമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഈ കയറ്റം, ഈ ആരോഹണം. അപ്പോൾ ഈ ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ താഴത്തുനിന്ന് ഇങ്ങനെ കയറുക കയറുക കയറുക. ഇത് നിങ്ങൾക്കും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും തന്നെ ദീക്ഷ ഇട്ടു തരികയാണ്. പറ്റുമെങ്കിൽ ചെയ്യുക. ഇതിന് മെനക്കെട്ടിരിക്കാനുള്ള നേരമില്ല എന്ന് പറയുന്ന വിഡ്ഢിത്തമാണ്. ഒരു അരമണിക്കൂർ നേരം നമുക്ക് വെളുപ്പം കാലത്ത് കുളിച്ച് കുറിയിട്ടിരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ആർക്കുമില്ല. പക്ഷെ വെളുപ്പം കാലത്ത് എഴുന്നേൽക്കണ്ടേ? കഴിയില്ല ആൾക്കും. കഴിയുന്നത്ര പൊതച്ചുമൂടിക്കിടന്നുകൊണ്ട് സുഖിക്കുന്ന സമ്പ്രദായത്തിലേക്ക് പോയപ്പോൾ അതുപോലെ പൊതച്ചുമൂടിക്കിടക്കുന്ന ഒരാള് നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതാണ് കുണ്ടലിനി വിദ്യയിൽ നാം പഠിക്കുന്ന കുണ്ടലിനി എന്ന് പറയുന്ന സർപ്പാകൃതിയിലുള്ള അമ്മയുടെ താഴത്തേക്ക് തലവച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഉറങ്ങുന്ന രീതിയാണ്. വളരെയേറെ സുപ്താവസ്ഥയിൽ കിടക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? തലയിൽ നിന്നിങ്ങനെ പോരുന്ന അമൃതം യാതൊരു പ്രയത്നവും കൂടാതെ അവിടെ കിട്ടുന്നുണ്ട് എന്നാണ് യോഗികളുടെ വിവക്ഷ. അമൃതത്തെ വെറുതെ കിട്ടുക, യാതൊരു പ്രയത്നവുമില്ല. അപ്പൊ യാതൊരു പ്രയത്നവുമില്ലാതെ തലകിഴക്കണന്തൊക്കെ ആയിട്ട് കിടക്കുന്ന ഈ പാമ്പ്, ഈ അമ്മ എന്ന് പറയുന്ന പരാശക്തിയുടെ ആ രൂപം, കുണ്ടലിനി രൂപം, അതിങ്ങനെ കിടന്നുകൊണ്ട് നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അമൃതം. പിന്നെന്തിനപ്പ പാടുപെടുന്നത്? കാരണവന്മാർ സമ്പാദിച്ചിട്ടുള്ള സ്വത്ത് അതെല്ലാം തന്നെ വിറ്റ് ബാങ്കിൽ പൈസ ഇട്ട് സുഖിക്കുന്ന ഈ കുട്ടികളുടെ രീതി. പിന്നെന്തിനാണ് പ്രയത്നിക്കുന്നത്? കായികമായിട്ടുള്ളൊരു അഭ്യാസവും കൂടാതെ ജീവിക്കാമെങ്കിൽ അതല്ലേ സുഖകരമെന്ന് കരുതുന്ന രീതിയാണ് നമ്മുടെ മൂലാധാരത്തിന്റെ അവസ്ഥ. അവിടെയുള്ള ഈ കുണ്ടലിനി സർപ്പം ഇത്തരത്തിൽ കിടക്കുന്നതുകൊണ്ട് അവിടെ ആ അമ്മയോടൊപ്പം പൊതച്ചുകൂടി കിടക്കുന്ന ഒരു മകനുണ്ട്. അതാണ് ജീവൻ. ഈ അമ്മയോടൊപ്പം ഇങ്ങനെ പൊതച്ചുമൂടി കിടക്കുന്ന മകൻ അതും കരുത് എന്തിനാണപ്പ ഇങ്ങനെ കിടന്നാൽ മതി. അപ്പൊ പൊതച്ചുമൂടി കിടന്ന് ഉറങ്ങുന്ന അത്തരത്തിൽ എയർ കണ്ടീഷൻഡ് ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് മൂലാധാരത്തിൽ അവിടെ കഴിഞ്ഞുകൂടുന്ന ഈ അമ്മയും മകനും അവർ വാസ്തവത്തിൽ ഉണർന്ന് മുകളിലേക്ക് കയറിയെങ്കിലേ നമുക്ക് ഈ അമൃതത്തെ ആസ്വദിക്കാൻ കഴിയൂ. താഴത്ത് കിട്ടുന്ന നിസ്സാരമായിട്ടുള്ള അമൃതത്തിന്റെ അനുഭൂതി പോരാ. അത് തികച്ചും സെക്ഷലായിരിക്കുന്ന എനർജിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അതിനേക്കാൾ ഉദാത്തമായിട്ട് എന്തെന്നില്ലാത്ത ആനന്ദത്തിലേക്ക് ആറാടുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ മുകളിലേക്ക് തന്നെ കയറണം. താഴത്തുനിന്ന് തലയെല്ലാം തന്നെ നേരെയാക്കി കുടഞ്ഞ് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന രീതിയിൽ ആ പമ്പ് മുകളിലേക്ക് വന്നേ മതിയാവും. ഇതും ഈ ദ്വാദശാക്ഷരി മന്ത്രജപത്തിന്റെ ഒരു പ്രത്യേക ഭാഗമാണ്. അതേ രീതിയിൽ ജപിക്കണം. മൂലാധാരത്തിൽ ചതുർദള പത്മം കണ്ട് ലിംഗഭാഗത്തേക്ക് വരുമ്പോൾ 6 തലമുള്ള പത്മം കണ്ട്
നാഭിഭാഗത്ത് 10 തളമുള്ള പത്മവും ഹൃദയത്തിൽ 12 തളമുള്ളതും 16 തളമുള്ള വിശുദ്ധി അക്രവും അതുപോലെ നെറ്റിത്തടത്തിൽ 2 അക്രമൊക്കെ 2 ദളങ്ങളുള്ള പത്മമൊക്കെ കണ്ട് നേരെ മുകളിച്ചെന്ന് സഹസ്രാര പത്മത്തിൽ സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി എന്ന് പറയുന്ന ഭാവത്തിൽ ദശാക്ഷരി ജപിച്ച് ഇങ്ങനെ കയറുമ്പോൾ കിട്ടുന്ന അനുഭൂതി ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് കിട്ടുന്നു, എന്റെ സങ്കേതത്തിലെത്തുന്നു, അമൃതമയമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അവിടെ എത്തിയാൽ പിന്നെ തിരിച്ചു പോരേണ്ടതില്ല. അത് വാസ്തവത്തിൽ മസ്തിഷ്കമാണ്. ഈ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തെ ചുറ്റിപ്പറ്റി പറയുമ്പോൾ ആപേക്ഷികമായിട്ട് ഈ പറയുന്ന ശരീരത്തെ നമ്മൾ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ശരീരം വിട്ടുകഴിഞ്ഞാൽ ഈ തല എന്ന് പറയുന്ന ബുദ്ധിതലം, തല എന്ന് പറയുന്ന ബുദ്ധിതലം എന്ന് പറയുമ്പോൾ ബോധമണ്ഡലം, അത് ഈശ്വരൻ്റെയും. അപ്പൊ അത്തരത്തിൽ ശരീരം എന്ന് പറയുന്ന വ്യഷ്ടി, ആ വ്യക്തി എന്ന് പറയുന്ന ആ ശരീരത്തെ പൊട്ടിച്ച് നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി, ആ ബോധമണ്ഡലം, അതിനകത്തേക്ക് കിടക്കാൻ പതുക്കെ പതുക്കെ താഴത്ത് നിന്ന് തലയിലേക്ക് കിടക്കുക. ശരീരത്തിൽ പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണിത്. ശരീരത്തിൽ പെട്ടത് കൊണ്ടാണ് ജനിച്ചു എന്ന് പറഞ്ഞത്. ശരീരത്തിൽ പെട്ടതാണ് നമ്മൾ, അതുകൊണ്ട് പിടച്ചിട്ട് കാര്യമില്ല. നമ്മൾ വാസ്തവത്തിൽ പതുക്കെ പതുക്കെ കയറിയേ മതിയാകൂ. അങ്ങനെ കയറി ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്ന ഒരു രന്ധ്രം ശരീരത്തിലിട്ടത് പൊട്ടിച്ച് പുറത്തേക്ക് കയറി പോരാനുള്ള ശക്തമായിരിക്കുന്നൊരു മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ അകത്തേക്ക് കിടക്കുന്ന പഞ്ചകോശങ്ങളെ മുറിക്കുന്ന രീതിയുണ്ട്. പഞ്ചകോശങ്ങളെ മുറിക്കുന്നതും ധ്യാനക്രമമാണ്. അപ്പൊ ഇത്തരത്തിൽ പഞ്ചകോശങ്ങളെ മുറിക്കുമ്പോൾ സ്ഥൂലമായിട്ടുള്ള ശരീരവും, ആ ശരീരം വസ്തുവിൽ അന്നമയകോശം എന്ന് പറഞ്ഞുകൊണ്ട് തടിച്ചു കൊഴുത്ത ഈ ശരീരത്തിന്റെ ആ സ്ഥൂലമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി പതുക്കെ അതിൽ നിന്ന് തടി തപ്പി അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പ്രാണനും ആ മനസ്സും ഇതെല്ലാം തന്നെ കഴിച്ചു കൂട്ടി ബുദ്ധിതലത്തിലേക്ക് വന്നപ്പോൾ ആ വിജ്ഞാനമയ കോശത്തൊക്കെ കിടന്നങ്ങനെ അകത്തേക്ക് കയറി കോശങ്ങളെ മുറിച്ച് ഷീൽഡുകളെല്ലാം തന്നെ തട്ടി കളഞ്ഞ് അതിനെല്ലാം തന്നെ പൊട്ടിച്ച് കളഞ്ഞ് ഏറ്റവും അകത്തേക്ക് ചെല്ലുമ്പോൾ കാണാം ബഹിരാകാശം, അനന്തമായിട്ടുള്ളൊരവസ്ഥ, പരിധികളില്ലാത്ത പരിമിതികളില്ലാത്ത സീമയറ്റ എന്തെന്നില്ലാത്ത അനന്തവും അതുപോലെ അപാരവും അഗാധവുമായിട്ടുള്ള നീലച്ഛവി കൊണ്ട് ആ രംഗത്തേക്ക് ഇങ്ങനെ നമ്മുടെ ധ്യാനം എത്തുകയാണ്. ആലോചിച്ചു നോക്കൂ. ഇതെല്ലാം തന്നെ നമ്മൾ ഏകാദശസ്കന്ധത്തിൽ പഠിക്കാനിരിക്കുന്ന മറ്റു വിഷയങ്ങളാണ്. അങ്ങനെ ധ്യാനിക്കുമ്പോഴും നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ, നിന്നെ തേടി ഞാനിങ്ങനെ വരികയാണ്, ഞാനിങ്ങനെ താഴത്തുന്ന തലയിലേക്ക് പോയി പുറത്തുനിന്ന് ഇങ്ങനെ അകത്തേക്ക് മുറിച്ച് കടന്ന് ഈ നീലച്ഛവി കൊണ്ട് ആകാശതലത്തിലേക്ക് എത്തി. എന്നിട്ട് അവിടെ ഒരു താമരപ്പൂവിനെ കാണാണ്. ഇതൊക്കെ ധ്യാന യോഗത്തിലെ ഓരോരോ പാതകളാണ്. ഇതും ദ്വാദശാക്ഷരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രാണായാമം ചെയ്യുന്നതും ഷഡാധാരങ്ങളെ മുറിക്കുന്നതും പഞ്ചകോശങ്ങളെ ഭേദിക്കുന്നതും ദഹരാകാശത്തിൽ ചെല്ലുന്നതും ഒരൊറ്റയ്ക്കുള്ള സോളിറ്ററി ഒരു ഏകമായിരിക്കുന്ന വെളുത്ത താമരപ്പൂവിനെ കാണുന്നതും ആ വെളുത്ത താമരപ്പൂവിന്റെ നടുവിലുള്ള കർണികയിൽ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് ഉറപ്പിക്കുന്നതും ഒക്കെ ദ്വാദശാക്ഷരി കൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതെങ്ങനെ സാധിച്ചു? ധ്രുവകുമാരൻ കൊച്ചുകുട്ടി 5 വയസ്സുകാരൻ നാരദൻ പറഞ്ഞ പോലെ ഓരോരോ ഈ പറയുന്ന സന്ദർഭത്തിൽ ആഹാരാദികൾ പോലും നിയന്ത്രിച്ചിട്ട്, അതാണ് ഈ യമനിയമാദികൾ. അപ്പോൾ യമനിയമാദികളെല്ലാം തന്നെ അതിന്റെ അടുക്കും ചിട്ടയോടും കൂടി അനുഷ്ഠിച്ച് അയാൾ പതുക്കെ ശരീരത്തെയെല്ലാം തന്നെ മെരുക്കി ഒതുക്കി അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം തന്നെ ഇല്ലാതെയാക്കി സ്വസ്ഥമായിട്ടുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ നിന്നു. സ്ഥാണു പോലെ എന്നാണ്, സ്ഥാണു കുറ്റിയടിച്ച പോലെ. അങ്ങനെ കുറ്റിയടിച്ച പോലെ അവിടെ നിന്ന് അങ്ങനെ വീർപ്പടക്കി അവസാനം ആഹാരമൊന്നുമില്ലാതെ ഈ ശ്വാസഗതിയെപ്പോലും നിയന്ത്രിച്ചുകൊണ്ട് ഈ വായുവിനെ ഭക്ഷിച്ച് അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുമ്പോഴാണ് പ്രപഞ്ചം മുഴുവൻ സ്തംഭിച്ചു പോകുന്നു. ഇതും ഈ ദ്വാദശാക്ഷരിയുടെ ഒരു മഹത്വമാണ്. കാരണം ഈ ദ്വാദശാക്ഷരി ജപിച്ചുകൊണ്ട് സിദ്ധനായ ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ കൽപ്പടിക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് സിദ്ധി. അണിമാതി അഷ്ടൈശ്വര്യങ്ങൾ സാധാരണ സിദ്ധികളാണ്. ഭഗവാൻ തന്നെ ഈ ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുന്ന രംഗത്ത് വരുമ്പോൾ 8 അല്ല 18 ഉണ്ട്. അങ്ങനെയുള്ള അനവധി ഈ സിദ്ധികൾ മാത്രമല്ല അനവധി സിദ്ധികളുണ്ട്. പക്ഷെ ഈ സിദ്ധികൾക്കെല്ലാം തന്നെ അതീതമായിട്ട് ഇത്തരത്തിലുള്ള അനുഭൂതിശയിലേക്ക് വരുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിശ്ചേഷ്ടമാകും, സ്തംഭിക്കപ്പെടും, ആർക്കും അനങ്ങാൻ പറ്റാതെയാകും. കാരണം എന്താ? എൻ്റെ ഇൻഡിവിജ്വൽ സോൾ, അതിന് നമ്മൾക്ക് ഇൻഡിവിജ്വൽ മൈൻഡ് എന്ന് പറയാം. ഏതൊരു ഇൻഡിവിജ്വൽ മൈൻഡാണോ ധ്യാനക്രമം കൊണ്ട് നമ്മൾ ശക്തമാക്കുന്നത്, അത് ഈ പ്രപഞ്ച മനസ്സിനെ, അതായത് കോസ്മിക് മൈൻഡ്, അതിനെ എല്ലാം തന്നെ നിയന്ത്രിച്ചു കഴിയുമ്പോൾ എല്ലാം നമ്മുടെ കൽപ്പടിക്ക് വിധേയമായി. അങ്ങനെ വരുമ്പോഴൊക്കെ നിശ്ചേഷ്ടമായി. ഭഗവാന്റെ വേണുഗാനം കേട്ടിട്ട് ദശമസ്കന്ധത്തിൽ നിങ്ങൾ കാണും പക്ഷിമൃഗാദികളെല്ലാം തന്നെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഏതൊരു വേണുഗാനമാണോ പ്രപഞ്ചത്തെ നിശ്ചേഷ്ടമാക്കിയ ആ രീതിയിൽ സകലതിനെയും നമുക്ക് സ്തബ്ധമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഈ സാധന. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന സാധനം. അപ്പൊ അനുഗ്രഹങ്ങളുടെ ഒരു വർഷം, അനവധി കാര്യങ്ങൾ ഇങ്ങനെ അനുഗ്രഹിച്ചേകിയ ഭഗവാൻ
കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും എല്ലാത്തരം വരങ്ങളും സാധ്യതമാകുന്ന രീതിയിലേക്കാണ് പിന്നാലെ ഉള്ള അധ്യായങ്ങളിലൂടെ ധ്രുവന്റെ കഥ നമ്മൾ കാണുന്നത്. ഒടുവിൽ ഈ പറഞ്ഞ രീതിയിലാണ് ധ്രുവനക്ഷത്രമായിട്ട് പരിലസിക്കുന്നു, എല്ലാവർക്കും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട്, അത്തരത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട്, സകലരും വാസ്തവത്തിൽ ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രബിന്ദുവായി, ഒരു പോൾ സ്റ്റാർ എന്നുള്ള രീതിയിൽ ആ ധ്രുവനക്ഷത്രം എന്ന് പറയുന്ന രീതിയിലേക്ക് എങ്ങനെയായി എന്ന് ചോദിച്ചാൽ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. വിഷ്ണും ശാരദചന്ദ്രകോടി സദൃശം ശംഖം രഥാംഗം ഗദാം അംഭോജം ദധതം സിതർജനിലയം കാന്ത്യാ ജഗന്മോഹനം ആബദ്ധാംഗദഹാരകുണ്ടല മഹാമൗലിം സ്വരൽ കങ്കണം ശ്രീവത്സാംഗം ഉദാരകൗസ്തുഭധരം വന്ദേ മുനീന്ദ്രൈസ്തുതം. ധ്യാനമില്ലാഞ്ഞിട്ടല്ല, മന്ത്രമില്ലാഞ്ഞിട്ടല്ല, പ്രയോഗിക്കാനുള്ള ചാതുര്യമില്ലാഞ്ഞിട്ടാണ്, ഗുരുക്കന്മാരിലൊന്നും ദീക്ഷ വേണ്ട രീതിയിൽ ലഭിക്കാത്തത് കൊണ്ടാണ്, അത്തരത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ നാം ഇതിനെ സമീപിക്കാത്തത് കൊണ്ടാണ്. നമ്മളെല്ലാവരും തന്നെ ഇതെല്ലാം തന്നെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുരുവാകാം. ഗുരുവാകണമെങ്കിൽ ശിഷ്യനാകണം, ശിഷ്യനായാൽ നമുക്ക് പിന്നാലെ ഗുരുവാകാം, ഗുരുവായി കഴിഞ്ഞ ശിഷ്യന്മാരെ വാർത്തെടുക്കാം. അപ്പോൾ സനാതനധർമ്മത്തിന്റെ ഏറ്റവും കടുത്ത ഭാഗങ്ങളെപ്പറ്റി നമുക്ക് പറയാനും അറിയാനും അങ്ങനെ അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കാനുമുള്ള ശേഷി ഉണ്ടാകും. അത്തരത്തിലുള്ള ശേഷി ഉണ്ടാകട്ടെ. ദ്വാദശാക്ഷരി മന്ത്രത്തിന്റെ സ്മരണയിലൂടെ, ധ്യാനയോഗത്തിലൂടെ അത്തരത്തിലുള്ള ആ ഭാവത്തെ എല്ലാവരും പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ധ്രുവനെ പോലെ തന്നെ ധ്രുവനക്ഷത്രമായിട്ട് പരിലസിക്കാൻ നമ്മുടെ ഓരോ ജീവനും സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കഥയായിട്ട് ഇത് പരിണമിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.